അപ്പൊ ഉപ്മാവിന് എന്താ പറയും? സോൾട്ട് മാംഗോ ട്രീ. ഉപ്പാവിന്റെ ഇംഗ്ലീഷ് സോൾട്ട് മാംഗോ ട്രീ. ക്രിസ്റ്റ്യ ജോൺ, എൻ്റെ ACC അഫിലിയേറ്റ് ആണ്. ACC കംപ്ലീറ്റ് ചെയ്യാൻ ലക്ഷ്യ എനിക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സോ ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്ഷ്യയുടെ 10 years ഓഫ് സർവീസ് കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഐ വിഷ് ദം എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ലക്ഷ്യ സ്വപ്നങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ച് 10
Hello, good evening. Very good evening to all of you. Good evening, sir. Good evening, good evening. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്, തിരിച്ചൊരു ഗുഡ് ഈവനിങ് കിട്ടുമോ? Good evening. Good evening, Kavya. Good evening. Good evening, sir. Good evening, George. Good evening, Nandita. Good evening, Abdul Rahman. Good evening to everyone. Very, very good evening. So, എല്ലാവരും ഈ കോഴ്സിനെ പറ്റി അറിയാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാമെന്ന് എനിക്കറിയാം. So, let's not delay. Let's not waste time. Let's not delay. നമ്മുടെ ഫ്യൂച്ചർ ആണ്, നമ്മുടെ ലൈഫിലെ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ് ആണ്, സ്റ്റഡീസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആണ് നിങ്ങൾ വന്നിരിക്കുന്നത്. So we'll also make sure that the 1 hour that you spend with us will be worth it. Okay, so nice to see that people are, കുറെ ആൾക്കാർ ഇപ്പോൾ വളരെ ഇൻഫോംഡ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് വെബിനാർസും അതേപോലുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടാണ് അവരൊരു കരിയർ ചൂസ് ചെയ്യുന്നത്. കാരണം ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന മുന്നേ അതിനെപ്പറ്റി എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഇതാണ്, they make sure that they understand everything, 360 ഡിഗ്രിയിൽ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവര് കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ, ഒരു സ്ഥലത്ത് പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് പീപ്പിൾ ടേക്ക് എ ഡിസിഷൻ. വി ആർ വെരി ഫോർച്ചുനേറ്റ് ഇനഫ് ദാറ്റ് കഴിഞ്ഞ 10 വർഷത്തില് ലക്ഷങ്ങളോളം lakhs of students have chosen Lakshya to be their institution for their studies, and we are very happy that we could make some changes to their life by imparting quality education, affordable education. 2011 ആദ്യം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അവിനാഷ് കുളൂർ. ഐ ഹെഡ് ദി അക്കാഡമിക്സ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ലക്ഷ്യ CA ക്യാമ്പസ്. ഞാൻ ഫാക്കൽറ്റിയും കൂടിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓഡിറ്റിംഗ് പേപ്പറാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെ വെബിനാർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes, sir. സോ എൻ്റെ കൂടെ ഇന്ന് വെബിനാർ നടത്താൻ വേണ്ടി, ആക്ച്വലി ഇന്ന് വെബിനാർ നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ സംസാരിക്കാനും നിങ്ങളുടെ സംശയങ്ങളും തീർക്കാനും ഉള്ളത് വളരെ യങ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, എന്താ പറയാ, എൻ്റെ അക്കാഡമിക്സ് ടീമിന്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഓഫ് അവർ ടീം. ഇപ്പോഴത്തെ നമ്മുടെ UG PG കോഴ്സസിന്റെ അക്കാഡമിക്സ് ഇൻചാർജ് ആയ ശ്രീദേവ് ആണ്. ശ്രീദേവ് ഒരു ACCA പഠിച്ച കുട്ടിയാണ്. അതിനുശേഷം നമ്മുടെ കൂടെ അക്കാഡമിക്സ് ടീമിലേക്ക് ജോയിൻ ചെയ്തു ഫാക്കൽറ്റി ആയിട്ട്. ഇപ്പോ ACCA ഇതേപോലെ പ്രൊഫഷണൽ കോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസിന്റെ അക്കാഡമിക്സ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കുറെ കുട്ടികൾക്ക് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് ആദ്യം മുതലേ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത, പക്ഷെ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഡിഗ്രിയോടൊപ്പം, അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സായി ACCA പഠിക്കാം, അത് ACCA പഠിച്ചിട്ട് ലാസ്റ്റ് 4 പേര് ACCയുടെ ഫൈനൽ ക്വാളിഫിക്കേഷൻ എങ്ങനെ തീർക്കാം എന്നതിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശ്രീദേവ് നമുക്ക് തരും. സോ യു കനോട്ട് ഫൈൻഡ് എ ബെറ്റർ പേഴ്സൺ ദാൻ ഹിം ടു എക്സ്പ്ലെയിൻ ദിസ്. ഹി ഈസ് കംപ്ലീറ്റ്ലി a person who has perfect knowledge of the total the program that we are actually giving. പിന്നെ ആക്ച്വലി വെബിനാറിൽ മൂന്നാമത്തെ ഒരു വ്യക്തിയും കൂടിയുണ്ട്, പക്ഷെ നമുക്ക് ആ വ്യക്തിനെ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ആരാണ് മൂന്നാമത്തെ വ്യക്തി? നമ്മുടെ വെബിനാറിന്റെ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിനെ ജെയിൻ യൂണിവേഴ്സിറ്റി എന്നാണ് അതിനെ വിളിക്കുക. അപ്പോ ലക്ഷ്യം ജെയിൻ യൂണിവേഴ്സിറ്റിയും കൂടി ഒന്നിച്ചു കൊടുക്കുന്ന ഈ പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ
ലക്ഷ്യനെ പറ്റി ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2011 ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്റ്റാർട്ടായത്. 2011 സ്റ്റാർട്ടായ ശേഷം 2021 10 വർഷമാണ് നമ്മൾ ഈ വർഷം ഫിനിഷ് ചെയ്യുന്നത്. ആൻഡ് വി ആർ വെരി വെരി പ്രൗഡ് ഓഫ് ആർ അച്ചീവ്മെന്റ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലാത്ത, ദാറ്റ് ഈസ് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എന്താണെന്നോ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്നോ ഒരു രീതിയിലും കേരളത്തിന്റെ ആൾക്കാർക്ക് ഒരു അവയർനെസ് ഇല്ലായിരുന്നു. കൂടുതലും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിലാണ് കേരളത്തിലെ കുട്ടികൾ കൂടുതലും ജോയിൻ ചെയ്യുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൊമേഴ്സ് ഇൻഡസ്ട്രീനെ വളർത്തിക്കൊണ്ടുവരാനും കൊമേഴ്സിലേക്കുള്ള അട്രാക്ഷൻ കൂട്ടാനും കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസിൽ എസ്പെഷ്യലി കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസിൽ വലിയൊരു പങ്ക് വഹിക്കാൻ ലക്ഷ്യക്ക് പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആദ്യം ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ആയിട്ടാണ് ലക്ഷ്യ സ്റ്റാർട്ട് ചെയ്തത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് സ്റ്റാർട്ട് ചെയ്ത ശേഷം ലക്ഷ്യം മുന്നോട്ട് പോയി. ദെൻ ഇപ്പോൾ ACCA, CMA US പോലെയുള്ള എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ലക്ഷ്യം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലക്ഷ്യനെ സംബന്ധിച്ചോളം പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുന്നത് ലക്ഷ്യ 10 വർഷമായിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ 10ാമത്തെ വർഷത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ച് UG PG കോഴ്സസും നമ്മൾ കൊടുത്തു തുടങ്ങാം. അത് കൊടുക്കുന്ന സമയത്ത് നോർമലി കൊടുക്കുന്ന ഒരു BCom-ഓ BBA-യോ MCom-ഓ MBA-യോ ആവാൻ പാടില്ല. നമ്മളുടെ ലക്ഷ്യ ബ്രാൻഡ് എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഗ്രി കോഴ്സസ് ആയിരിക്കണം എന്ന് നമുക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് വി കുഡ് ആക്ച്വലി ഹാവ് ടൈ അപ്പ്. ജെയിൻ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. NAC A+ ഗ്രേഡഡ് യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ. വിത്ത് എ ഗ്രേഡഡ് ഓട്ടോണോമി സ്റ്റാറ്റസ് ഉണ്ട്. ആൻഡ് it has raised the bar of education in offered to the students in India. And ഇപ്പൊ നമുക്ക് UGCയുടെ അറിയാലോ, UGC എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ നോഡ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് എല്ലാ കോഴ്സസും, ദാറ്റ് ഈസ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആയിക്കോട്ടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ആയിക്കോട്ടെ, എല്ലാ കോഴ്സസും നമുക്ക് ഓൺലൈൻ മോഡിൽ കൊടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി ഹാസ് ബീൻ ഗിവൺ ദി പവർ ബൈ UGC ടു പ്രൊവൈഡ് ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാംസ് ഇൻ BCom, BBA, MCom, MBA, etc. അങ്ങനെ ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന MBA ആൻഡ് MCom ഇന്റഗ്രേറ്റഡ് വിത്ത് ACC എന്നുള്ള കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജെയിൻ ഒരു A+ ഗ്രേഡഡ് യൂണിവേഴ്സിറ്റി ആണ്. അതേപോലെ NIRF റാങ്കിങ്ങിൽ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. അപ്പൊ ജെയിന്റെ ഓൺലൈൻ പ്രോഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ BCom, BBA, MCom, MBA, MCA, MA പോലെയുള്ള എല്ലാ ഇത്രയും കോഴ്സസിലേക്ക് ഇൻടേക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിൽ നമുക്ക് ACCA ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രോഗ്രാം വരുന്നത് BCom, BBA, MCom ആൻഡ് MBAയിലാണ്. അപ്പൊ ഇതിൽ എല്ലാവർക്കും വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത്, ഇതൊരു ഓൺലൈൻ ഡിഗ്രി ആണല്ലോ, ഇതിന് വാല്യൂ ഉണ്ടോ, എന്താണ് ഓൺലൈൻ ഡിഗ്രി? നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മള് ഡിസ്റ്റന്റ് ഡിഗ്രിയും ഓൺലൈൻ ഡിഗ്രിന്റെ ഡിഫറൻസ് ഞാൻ പറയാം. ഡിസ്റ്റന്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റന്റ് ഡിഗ്രി ആണ്, അത് റെഗുലർ ഡിഗ്രി അല്ല. നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണ് പഠിക്കുന്നത്, നിങ്ങൾ എക്സാം എഴുതുന്നുണ്ട്, നിങ്ങൾ പാസ്സാവുന്നുണ്ട്. ഓൺലൈൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ്ലൈൻ ആയിട്ടുള്ള ഡിഗ്രിയിൽ നിങ്ങൾ കോളേജിൽ പോയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ഓൺലൈൻ ഡിഗ്രിയിൽ നിങ്ങൾ കോളേജിന്റെ പകരം നിങ്ങളൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടൂളിലേക്ക്, ഒരു സിസ്റ്റത്തിനുള്ളിലേക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും സെയിം വാല്യൂ ഉള്ള ഡിഗ്രിയാണ്. നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. മോഡ് ഓഫ് ലേണിംഗ് മാത്രമേ ഓൺലൈനായി മാറുന്നുള്ളൂ. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ വാല്യൂ ആണ് ഓൺലൈൻ ഡിഗ്രിക്ക് വരുന്നത്. ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് ഡിസ്റ്റൻസ് ഡിഗ്രി. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഡിസ്റ്റൻസ് ഡിഗ്രി അല്ല ഓൺലൈൻ ഡിഗ്രി. ഓൺലൈൻ ഡിഗ്രി ഒരു റെഗുലർ ഡിഗ്രിയാണ്. അപ്പൊ ഓഫ്ലൈൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം എന്തൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രി ചെയ്താലും കിട്ടും. മോഡ് ഓഫ് ലേണിംഗ് മാത്രമാണ് ഓൺലൈൻ. നിങ്ങളുടെ ക്ലാസ്സസ് നടക്കുന്നത്, നിങ്ങളുടെ എക്സാംസ് നടക്കുന്ന പോലും ഓൺലൈനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓൺലൈൻ ഡിഗ്രി പഠിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിലാണ്, പെട്ടെന്ന് നമുക്ക് ഒരു ആവശ്യത്തിന് നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, നമ്മളൊന്ന് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല, നമുക്ക് ആ ഓൺലൈൻ ഡിഗ്രി അതേപോലെ കണ്ടിന്യൂ ചെയ്യാം.
പെട്ടെന്ന് ഞാൻ എൻ്റെ ഫുൾ ഫാമിലി ഇപ്പോൾ US ഷിഫ്റ്റ് ചെയ്തു, UK ഷിഫ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഈ ഓൺലൈൻ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഈ ഓൺലൈൻ ഡിഗ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ പഠിക്കുന്ന ഓൺലൈനാണ്, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഡസന്റ് മാറ്റർ. അപ്പൊ ഇങ്ങനത്തെ ഓൺലൈൻ ഡിഗ്രീസ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടാണ്. കാരണം കുട്ടികളുടെ കൺവീനിയൻസിൽ ഇങ്ങനത്തെ ഡിഗ്രീസ് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ലക്ഷ്യ ഈ പറയുന്ന ഡിഗ്രി ഓഫർ ചെയ്യുന്നത്? കാരണം ലക്ഷ്യ, ആസ് യു നോ, ACCയുടെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ലക്ഷ്യ ഇസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ACCA. ആൻഡ് വാട്ട് വി തോട്ട് ഇസ്, കുറെ സ്റ്റുഡൻസിന് ACCA ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആദ്യം മുതൽ ACCA പഠിക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, ഡിഗ്രി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാർക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, MBA പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, MCOM പഠിക്കാൻ താല്പര്യം. അപ്പൊ നമ്മൾ പറയാണ്, മോനെ നീ MBA പഠിക്കുക. MBA പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ACCA കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ബൈ 1 get 1 ഫ്രീ എന്ന് പറയുന്ന പോലെ നിങ്ങൾ MBA പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ACCA കൂടി പഠിക്കാൻ പറ്റുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ആക്ച്വലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ACCയെ പറ്റി ചെറിയൊരു ബ്രീഫ് പറയാം. ACCയിൽ ടോട്ടൽ 13 പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. 13 പേപ്പേഴ്സ്. അതിൽ ഫസ്റ്റത്തെ 4 പേപ്പർ ഫൗണ്ടേഷൻ ലെവൽ, ദാറ്റ് ഇസ് നോളജ് ലെവൽ പേപ്പേഴ്സ് ആണ്. പിന്നത്തെ 5 പേപ്പർ സ്കിൽ ലെവൽ പേപ്പേഴ്സ് ആണ്. ലാസ്റ്റത്തെ 4 പേപ്പർ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ആണ്. ആദ്യത്തെ 4 പേപ്പർ കഴിഞ്ഞാൽ ആദ്യത്തെ 4 പേപ്പർ ഞാൻ പറഞ്ഞ നോളജ് ലെവൽ പേപ്പേഴ്സ് ആണ്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല, അവസാനത്തെ 9 പേപ്പറാണ് കുട്ടി എഴുതേണ്ടത്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി, BCom കഴിഞ്ഞൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 പേപ്പർ കുട്ടി എഴുതേണ്ട ആവശ്യമില്ല, ബാക്കി 9 പേപ്പർ എഴുതി കഴിഞ്ഞാൽ കുട്ടിക്ക് ACCA പാസ്സാവാൻ പറ്റും. ഓക്കെ. ബട്ട് അതേ സമയത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, നിങ്ങളിപ്പോ MCOM കംപ്ലീറ്റഡ് ആണെന്ന് വിചാരിക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM കംപ്ലീറ്റഡ് ആണ്, എന്നാൽ പോലും നിങ്ങൾക്ക് 4 പേപ്പറാണ് എക്സംഷൻ കിട്ടുക. ബാക്കി നിങ്ങൾ MCOM ഇപ്പോൾ കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയോ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 4 പേപ്പറാണ് എക്സംഷൻ കിട്ടുക, ബാക്കി പേപ്പർ നിങ്ങൾ എഴുതണം, 9 പേപ്പർ. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ BCom അല്ലെ MCOM അല്ലെങ്കിൽ MBA നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ACCയുടെ 13 പേപ്പറിൽ 9 പേപ്പർ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. ദാറ്റ് ഈസ് കറക്റ്റ് ആണ്. 4 പേപ്പർ എഴുതിയാൽ നിങ്ങൾക്ക് ACCA ക്വാളിഫിക്കേഷനും കിട്ടും. അടിപൊളിയല്ലേ? 2 വർഷം കൊണ്ട് നിങ്ങൾ MBA പഠിക്കുന്നു, മനസ്സിലായോ? MBA പഠിക്കുന്നു. MBA പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ACCA പഠിക്കുകയാണ്. MBA നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ MBAയുടെ കൂടെ നിങ്ങൾക്ക് 9 പേപ്പർ എക്സംഷൻ കിട്ടും, ബാക്കി 4 പേപ്പർ എഴുതി നിങ്ങൾക്ക് ACCA കിട്ടും. മനസ്സിലായോ? വോയിസ് കുറവാണോ ശ്രീദേവ്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വോയിസ് കുറവാണോ? ഓഡിബിൾ ആണ്. ഓക്കെ. മോന്റെ അവിടെ മേ ബി അതർ സിസ്റ്റേഴ്സ് ചെക്ക് ചെയ്യും, നിങ്ങളുടെ അവിടെ വോയിസിന്റെ ആയിരിക്കാം. വോയിസ് ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് 9 പേപ്പർ എക്സംഷൻ കിട്ടി, 4 പേപ്പർ എഴുതി നിങ്ങൾക്ക് ACCA ക്വാളിഫിക്കേഷൻ കിട്ടും. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും, സാറേ ഇത്രയും വലിയൊരു പ്രൊഫഷണൽ ബോഡിയുടെ എക്സാമിന്റെ 9 പേപ്പർ എക്സംഷൻ തരാന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ആണോ? അതിൽ വലിയ കാര്യമുണ്ടോ? നമുക്ക് ACCA പാസ്സാവാൻ പറ്റുമോ? അല്ലെ? നിങ്ങൾ മനസ്സിലാക്കി, ഈ 9 പേപ്പർ എക്സംഷൻ കിട്ടാനുള്ള കാരണം ACCA എന്നുള്ള ബോഡി ജെയിൻ യൂണിവേഴ്സിറ്റിനോട് പറഞ്ഞു, നിങ്ങൾ MBA കൊടുത്തോളൂ, നമ്മൾ 9 പേപ്പർ എക്സംഷൻ തരാം. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല. അതാണല്ലോ ഇതിന്റെ സസ്പെൻസ്. അതാണ് ശ്രീദേവ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് MBA പഠിക്കുന്നതിന്റെ ഒപ്പം ഈ 9 പേപ്പർ എക്സംഷൻ കിട്ടാനുള്ള കാരണം എന്താണ്? അങ്ങനെ 9 പേപ്പർ എക്സംഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവസാനത്തെ 4 പേപ്പർ പാസ്സാവാൻ പറ്റുമോ? ആ 4 പേപ്പർ പാസ്സാവാൻ ബുദ്ധിമുട്ടല്ലേ? ACCA നോർമൽ റൂട്ടിൽ ചെയ്യുന്നല്ലേ നല്ലത്? ഈ MBA ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വാല്യൂ ഉണ്ടാവുമോ? കാരണം നമ്മൾ മാറ്റും കാറ്റും ഒന്നും എഴുതുന്നില്ലല്ലോ. നമ്മൾ BCom മാർക്ക് വെച്ചിട്ടല്ലേ നമ്മൾ MBA ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലും നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ Q&A ഇടാം, നമ്മൾ ആൻസർ ചെയ്യാം. ബട്ട് ഇതിനെല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും ശ്രീദേവ് നിങ്ങൾക്ക് ഇപ്പൊ തരുന്നതായിരിക്കും. സോ ശ്രീദേവ്, കം ഓൺ. ഹലോ, ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ സാർ അതിനകത്ത്, അനക്കൊന്നും കാണുന്നില്ലല്ലോ. ഗുഡ് ഈവനിങ്. ഹലോ. കൈയൊക്കെ പൊന്തിക്കുന്നുണ്ട് പിള്ളേര്. ഓക്കെ, ഗുഡ് ഈവനിങ്. ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്കിപ്പോ ജെയിൻ യൂണിവേഴ്സിറ്റിനെ പറ്റിയും ലക്ഷ്യനെ പറ്റിയൊക്കെ ഏറെക്കുറെ ഒരു ഐഡിയ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുവാണ്, ഇപ്പോ ഉള്ള ഓഡിയൻസിനകത്ത്
നിങ്ങളുടെ കറന്റ് ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് ഏതാണ്? ബികോം ആണോ, BBA ആണോ, അതോ ACCA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാവോ? ബികോം, ACCA, ബികോം, MCOM ചെയ്യുമായിരുന്നു, ഡ്രോപ്പ് ചെയ്തു, ഫൈനൽ ഇയർ ബികോം. ഓക്കെ, ബികോം, BBA, MCOM ചെയ്യുന്നു, ബികോം. ഓക്കെ, അപ്പൊ എല്ലാരും തന്നെ എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അപ്പൊ എല്ലാരും ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി ACCA പോലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്. BSc ഫിസിക്സ്, CA. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ജെയിൻ ഓൺലൈൻ്റെ കോഴ്സിനെ പറ്റി. അതുപോലെ ന്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നുണ്ട് 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നു, റിവേഴ്സ് എക്സംഷൻ കിട്ടുന്നു. എന്താണ് എക്സംഷൻ, എന്താണ് റിവേഴ്സ് എക്സംഷൻ എന്നിങ്ങനെയുള്ള കുറെ ഡൗട്ട്സുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം തൊട്ട് തന്നെ ഈ കോഴ്സിന്റെ ഇപ്പോൾ ഓവറോൾ എന്താണ് യൂണിവേഴ്സിറ്റി, എന്താണ് ലക്ഷ്യ, കൂടുതൽ ആൾക്കാർക്കും ലക്ഷ്യം എന്താണെന്നും ജെയിൻ യൂണിവേഴ്സിറ്റി എന്താണെന്നും ഒക്കെ അറിയാം. അതിനേക്കാൾ ഒത്തിരി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവിനാശ് സാർ ഇപ്പോൾ ലക്ഷ്യയെ പറ്റിയും ജെയിൻ യൂണിവേഴ്സിറ്റിയെ പറ്റിയും പറഞ്ഞു തന്നു. എന്റെ റോള് എന്ന് പറയുന്നത് നമ്മളുടെ MCOM, MBA ഈ രണ്ട് PG കോഴ്സുകൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ACCA ഈ കോഴ്സുകൾ ചെയ്താൽ ബെനിഫിറ്റ് കിട്ടുന്നത്, എന്തായിരിക്കും അതിന്റെ ഫീസ്, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഇപ്പോൾ ഓരോ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, പേഴ്സണൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസർ എല്ലാം ഈ വെബിനാറിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളും കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക. എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെ പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് കോഴ്സുകളാണ് UG PGയിലുള്ളത്, MBAയും MCOM. രണ്ട് കോഴ്സും ഇന്റഗ്രേറ്റഡ് വിത്ത് ACCA ആണ്. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യലൈസേഷൻ വരുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. MBA ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്, അതുപോലെ തന്നെ MCOM ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. ഈ രണ്ട് കോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനും, അതായത് നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ് ഈ കോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആദ്യത്തെ ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ ലഭിക്കുന്നതാണ്. ഈ 2 വർഷത്തെ കോഴ്സ്, അതായത് 2 വർഷം നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു PGയും അതിന്റെ ഒപ്പം തന്നെ ACCയുടെ ആദ്യത്തെ 9 പേപ്പർ എക്സംഷനുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ACCയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ എക്സാം സ്ട്രക്ചർ, എക്സാം ഫീനെ പറ്റിയും എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ നോർമൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ACCക്ക് വരുമ്പോൾ കൂടുതൽ കേസിലും ഒരു MCOM ഉള്ള സ്റ്റുഡന്റ് അല്ലെങ്കിൽ MBA ഉള്ള ഒരു സ്റ്റുഡന്റ് ഈ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ അവർക്ക് പേപ്പർ എക്സംഷനോ PG ഉണ്ട് എന്നും പറഞ്ഞ് ആർക്കും ACCയിൽ ഒരു ബെനിഫിറ്റ് കിട്ടാറില്ല. അവർക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു BCom കഴിഞ്ഞ് വരുമ്പോൾ, സാധാരണ ഒരു BCom കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ 4 പേപ്പർ എക്സംഷൻ കിട്ടാറുണ്ട്. ചില യൂണിവേഴ്സിറ്റിക്ക് അത് ആദ്യത്തെ 6 പേപ്പർ വരെ കിട്ടാറുണ്ട്. പക്ഷെ നമുക്കൊരു PG ഉണ്ട് എന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ സാധാരണ ബെനിഫിറ്റ് കിട്ടാറില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ BCom കഴിഞ്ഞ് നിങ്ങൾ ACCക്ക് ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ 4 പേപ്പർ അല്ലെങ്കിൽ ആദ്യത്തെ 6 പേപ്പർ എക്സംഷൻ കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ എക്സംഷൻ കിട്ടി വരുന്ന സ്റ്റുഡൻസിന് വേറെയും കോഴ്സുകളുണ്ട്. 9 പേപ്പേഴ്സ് ഒക്കെ എക്സംഷൻ കിട്ടുന്ന ചില കോഴ്സുകളൊക്കെ ഉണ്ട്. ചില യൂണിവേഴ്സിറ്റി ഇന്റഗ്രേറ്റഡ് കോഴ്സിനകത്ത് പഠിച്ചിട്ട് 9 പേപ്പർ ഒക്കെ എക്സംഷൻ കിട്ടുന്ന 1-2 കോഴ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു കുഴപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സംഷൻ കിട്ടിയിട്ട് അവർ ACCയുടെ P ലെവൽ എഴുതാൻ പോകുമ്പോൾ അവർ കറക്റ്റ് ഡിഗ്രി പാസ്സാകുന്ന രീതിയിൽ ACCA പേപ്പേഴ്സ് പഠിപ്പിച്ചിട്ട്, അതിനകത്ത് ACCA റിലേറ്റഡ് പേപ്പേഴ്സ് ഉണ്ടാവും. നമ്മൾ പഠിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും. അവർ ജസ്റ്റ് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കും. അത് വെച്ച് നമുക്ക് ACCയുടെ ആദ്യത്തെ 9 പേപ്പർ എക്സംഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ പോയി P ലെവൽ എഴുതാൻ പോകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ, ബേസിന്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് പല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എക്സംഷൻ കഴിഞ്ഞിട്ട് P ലെവൽ പാസ്സാകാനായിട്ട് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത വരുന്നത്. കാര്യം ജെയിൻ യൂണിവേഴ്സിറ്റിനെ പറ്റി ഇപ്പോൾ പറഞ്ഞു, UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു, റെഗുലർ ഡിഗ്രിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ബാംഗ്ലൂരൊക്കെ ഒത്തിരി തന്നെ അവിടെയുള്ളൊരു വൺ ഓഫ് ദ മെയിൻ യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയണം ജെയിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ കേരളത്തിൽ അതിപ്പോ ആൾക്കാർ അറിഞ്ഞ് ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ. പണ്ട് ഇതുള്ള കോഴ്സൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ കേരളത്തിന് പുറത്ത് പോയായിരുന്നു ചേരുന്നതെന്നല്ല, നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഗവൺമെന്റ് ഓൺലൈൻ ഡിഗ്രീസിന് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഇന്റഗ്രേറ്റഡ് വിത്ത് ACCA, MCOM ആണെങ്കിലും MBA ആണെങ്കിലും ഇന്റഗ്രേറ്റഡ് വിത്ത് ACCA കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ACCA പേപ്പേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ലക്ഷ്യയാണ്. ഇതിനകത്തുള്ള എല്ലാ ACCA പേപ്പേഴ്സും, അതായത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ACCAക്ക് 13 പേപ്പറാണ് പഠിക്കാനുള്ളത്. 13 പേപ്പർ എന്ന് പറയുമ്പോൾ F ലെവൽ ആദ്യത്തെ 9 പേപ്പേഴ്സും അതിന്റെ കൂടെ ഒരു 4 P ലെവൽ പേപ്പേഴ്സും കൂടിയാണ് 13 ആകുന്നത്. ഈ 4 P ലെവൽ പേപ്പേഴ്സിൽ ആദ്യത്തെ 2 പേപ്പർ നമുക്ക് കമ്പൽസറി ആയിട്ട് എഴുതേണ്ട SBL SBR ഉണ്ട്, അത് നമ്മൾ മസ്റ്റ് ആയിട്ട് എഴുതേണ്ട 2 പേപ്പറാണ്. പിന്നെ വേറെ ഒരു 4 പേപ്പർ കൂടി ഉണ്ട്. അതിനകത്തുനിന്ന് 2 നമുക്ക് ഓപ്ഷനിലാണ്, ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം.
അപ്പോൾ അങ്ങനെ ടോട്ടൽ ACCയുടെ സബ്ജക്ട്സ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 15 പേപ്പേഴ്സ് ആണ് ഉള്ളത്. അതിനകത്ത് 13 എഴുതിയാൽ നമ്മൾ ACCA ക്വാളിഫൈഡ് ആണ്, ACCA അഫിലിയേറ്റ് ആണ്. അപ്പോൾ ഈ ACCയുടെ അകത്തുള്ള 15 പേപ്പറും ഈ MCOMനകത്ത് ഇൻക്ലൂഡഡ് ആണ്. MBAയുടെ അകത്ത് 10 പേപ്പറും ഇൻക്ലൂഡഡ് ആണ്. ACCയുടെ ആദ്യത്തെ 15 പേപ്പർ MCOMനകത്തും ACCയുടെ 10 പേപ്പർ MBAയുടെ അകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ എല്ലാ പേപ്പേഴ്സും ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് ACCA ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക്, ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇത് പഠിച്ചാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കില്ലേ, ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് P ലെവൽ എക്സംഷൻ കിട്ടി പാസ്സാകുമ്പോഴേക്കും P ലെവൽ അത് അഫക്ട് ചെയ്യില്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നാം. അവിടെയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ലക്ഷ്യയുമായിട്ടുള്ള ടൈപ്പ്. ലക്ഷ്യമായിട്ടുള്ള ടൈപ്പ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ലക്ഷ്യ വർഷങ്ങളായിട്ട് ഇപ്പൊ 10 വർഷത്തോളമായിട്ട് ഓൾ ഇന്ത്യ ഗ്ലോബൽ റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക്, അങ്ങനെ ഒട്ടനവധി റാങ്ക് ACCയിലും CAയിലും ഒക്കെ പ്രൊഫഷണൽ കോഴ്സുകളിൽ റാങ്ക് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജസും അത് ലക്ഷ്യയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കിയാൽ, മുമ്പോട്ടൊക്കെ നോക്കിയാൽ അറിയാം നമുക്കുള്ള റാങ്കും ഇപ്പോൾ ഉള്ള റിസൾട്ട്സും എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ഡേറ്റഡ് ആണ്. പിന്നെ ലക്ഷ്യയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രൊഫഷണൽ കോഴ്സിനകത്ത് കേരളത്തിൽ ലക്ഷ്യക്കുള്ള സ്ഥാനം എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലുള്ള ഒരു കോച്ചിങ് സെന്ററിൽ നിന്ന് ACCA പഠിക്കുമ്പോൾ, അതായത് ഈ MCOM കോഴ്സ് ആദ്യം തന്നെ ACCA പേപ്പേഴ്സ് പഠിപ്പിക്കുന്ന ലക്ഷ്യമാണ്. ലക്ഷ്യയിലെ ACCA സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സെയിം ഫാക്കൽറ്റീസ്, സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ കോഴ്സുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു ബേസിന്റെ കുറവോ, അതിപ്പോ ഒരു ACCA സ്റ്റുഡന്റ് എങ്ങനെയാണോ പഠിച്ചു വരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നോളജിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള എക്സാം എഴുതി നിങ്ങൾക്ക് ആദ്യത്തെ 9 പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ACCയുടെ എക്സാം എഴുതണ്ട, പകരം നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന 2 ബെനിഫിറ്റ്, ഒന്ന് കോസ്റ്റും, ഒന്ന് ഇത്തിരി കൂടി സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ സ്റ്റക്ക് ആകാനുള്ള ചാൻസ് ഒക്കെ ഒത്തിരി കുറവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ നോളജിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. കാര്യം നിങ്ങൾ പഠിക്കുന്നത് സെയിം ക്ലാസ് തന്നെ, സെയിം ഫാക്കൽറ്റീസ്, സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ, ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. സാർ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവോ ഫോർ ദിസ് കോഴ്സ്? യെസ്, ഓഫ്ലൈനും ഉണ്ടാവും, ഓൺലൈനും ഉണ്ടാവും. ഓക്കെ, ഞാൻ ആദ്യം ഈ ഒരു കോഴ്സിലോട്ട് വരാം. ഇപ്പൊ നമുക്ക് ആദ്യം MCOMനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് MBAയിലേക്ക് വരാം. ഇപ്പോൾ MCOMും MBAയും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ACCയുടെ എല്ലാ പേപ്പേഴ്സും ഈ കോഴ്സുകളിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള നോൺ ACCA പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഇത് MCOMും MBA ആകുന്നത്. അല്ലാത്ത കേസിൽ ഇത് രണ്ടും സെയിം തന്നെയാണ്. നോൺ ACCA പേപ്പേഴ്സ്, അതായത് MCOMനകത്ത് കൂടുതൽ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, MBAയുടെ അകത്ത് കൂടുതൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് വരുമ്പോഴാണ് MCOMും MBA ആകുന്നത്. ബാക്കിയുള്ള ACCA പേപ്പേഴ്സ് എല്ലാം സെയിം തന്നെയാണ് MCOMനകത്തും MBAയുടെ അകത്തും നമ്മൾ പഠിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് ഒക്കെ അവനെ സാർ ഓൾറെഡി പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള NAC A+ ഗ്രേഡ് അതെല്ലാം അവനെ സാർ പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ കോഴ്സ് സ്ട്രക്ചർ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഇത് MCOMന്റെ സിലബസ് ആണ്. MCOM ഒരു 2 വർഷത്തെ കോഴ്സാണ്. 2 വർഷത്തെ കോഴ്സ് ആകുമ്പോൾ അതിനകത്ത് ടോട്ടൽ വരുന്നത് 4 സെമസ്റ്റർ ആണ്. ഇപ്പോൾ സെമസ്റ്റർ 1, സെമസ്റ്റർ 2 ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ, അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ സെമസ്റ്റർ 3, സെമസ്റ്റർ 4. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം ഈ ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം. അപ്പൊ അതിപ്പോ സെമസ്റ്റർ 1 നോക്കുവാണെങ്കിൽ ഈ എക്കണോമിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ് എന്ന് പറയുന്ന ഒരു നോൺ ACCA പേപ്പർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 4ഉം ACCA പേപ്പേഴ്സ് ആണ്. അങ്ങനെ ഇതേപോലെ ഓരോ സെമസ്റ്ററിലും നമ്മൾ ACCA പേപ്പേഴ്സ് പഠിക്കുന്നത് കൊണ്ടാണ്, എല്ലാ സെമസ്റ്ററും നമ്മൾ ACCA പേപ്പേഴ്സ് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ വൺസ് നിങ്ങൾ MCOMനെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു LMSൽ ആക്സസ് ലഭിക്കും. ആ ആക്സസ് ലഭിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എല്ലാത്തിന്റെയും ക്ലാസ്സസും നിങ്ങൾക്ക് ആ ഒരു LMSൽ ഉണ്ടാവും. അതിന് പുറമെയാണ് ഈ ACCA പേപ്പേഴ്സ് ലക്ഷ്യയിൽ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ലക്ഷ്യയിൽ ആദ്യം തൊട്ട് ഇപ്പൊ ഒരു സയൻസ് കഴിഞ്ഞ് വന്ന സ്റ്റുഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ BCom ഇതിന്റെ ഒരു ബേസ് ഇല്ലാത്ത സ്റ്റുഡന്റ് ആണെങ്കിൽ വരെ ലക്ഷ്യയിലെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞില്ല, സ്പൂൺ ഫീഡിങ് എന്നുള്ള രീതിയിൽ തന്നെ, കാര്യം കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആദ്യവും, അത് കഴിഞ്ഞ് ഹയർ ലെവൽ ACCA ഒക്കെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് MCOMന്റെ MBAയുടെ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു
തീരെ അതിൽ നോളജ് ഇല്ലാത്തൊരു സ്റ്റുഡന്റിന് വരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബിസിനസ് ടെക്നോളജി, കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇതെന്ന് പറയുന്നത് ACCയുടെ ആദ്യത്തെ F1, F2, F3, F4 എന്ന് പറയുന്ന സബ്ജക്ട്സ് ആണ് ഈ പറയുന്ന സെമസ്റ്റർ 1-നകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആ ACCA പേപ്പേഴ്സ് എല്ലാം ലക്ഷ്യയിലെ ഫാക്കൽറ്റിയും, എക്കണോമിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻ എന്ന് പറയുന്ന നോൺ ACCA പേപ്പർ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റീസ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെമസ്റ്റർ 2-ലും നിങ്ങൾക്ക് ബ്ലൂ ഹൈലൈറ്റഡ് പേപ്പേഴ്സ് കാണാം, അതെല്ലാം ലക്ഷ്യയിലെ ഫാക്കൽറ്റി. അതുപോലെ സെമസ്റ്റർ 3-ല് ഉള്ള ACCA പേപ്പേഴ്സും ലക്ഷ്യയില്. സെമസ്റ്റർ 4-ല് അതുപോലെ തന്നെ ഒരു പേപ്പർ നോൺ ACCA ഉണ്ട്, ബാക്കിയെല്ലാം ACCA പേപ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം P-ലെവൽ പേപ്പേഴ്സിന്റെ വരെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് ടാക്സ്, അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. അപ്പൊ ഇതെല്ലാം ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ACCA ഒക്കെ പഠിക്കുന്ന പോലെ P-ലെവൽ പേപ്പേഴ്സ് നമ്മൾ എന്തായാലും ഈ കോഴ്സിനകത്ത് പഠിക്കില്ല. ഈ കോഴ്സിൽ P-ലെവൽ പേപ്പേഴ്സ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വൺസ് ഇത് കഴിഞ്ഞ് P-ലെവൽ പേപ്പേഴ്സ് നിങ്ങൾക്ക് 9 പേപ്പറല്ലേ എക്സംഷൻ കിട്ടുള്ളൂ. ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 9 പേപ്പർ എക്സംഷൻ ആണ്. അത് കഴിഞ്ഞ് P-ലെവൽസ് കൂടി നിങ്ങൾ എഴുതി കഴിയുമ്പോഴാണ് നിങ്ങൾ ഒരു ACCA അഫിലിയേറ്റ് ആകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞ് P-ലെവൽ എഴുതുമ്പോൾ നിങ്ങൾ ഓൾറെഡി P-ലെവൽസിന്റെ ക്ലാസ് ഈ കോഴ്സിനകത്ത് അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒത്തിരി അത് ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കാര്യം നിങ്ങൾ ഓൾറെഡി അതിന്റെ ബേസ് നിങ്ങളുടെ PG കോഴ്സിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, എന്നിട്ടാണ് നിങ്ങൾ P-ലെവലിന്റെ ACCA ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ച കറക്റ്റ് ഒരു ഓർഡറിൽ പഠിച്ച്, ഇപ്പൊ നോർമൽ ACCA സ്റ്റുഡൻസിന് അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ സ്റ്റക്ക് ആവും. സ്റ്റക്കായി കഴിയുമ്പോൾ ഒരു ഫ്ലോയിൽ ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസ് ലെവൽ പഠിച്ചാൽ ഉടനെ തന്നെ അതിന്റെ അഡ്വാൻസ് ലെവൽ പഠിക്കുന്നു. അപ്പോൾ ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചറിൽ, മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷനിലാണ് F5 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി F7 എഴുതാൻ തോന്നാം, അല്ലെങ്കിൽ പിന്നെ F9 എഴുതാൻ തോന്നാം. ചില ഒരു കറക്റ്റ് ഓർഡറിൽ പോകണമെന്നില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ ദീപൻ സാറിനെയൊക്കെ പോലെ ജെയിൻ യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡയറക്ടറാണ് ദീപൻ സാർ. ഇപ്പൊ സാറാണ് ഈ ഒരു സിലബസ് സ്ട്രക്ചർ ചെയ്തത്. അപ്പോൾ സാറൊക്കെ വളരെ നാളത്തെ റിസർച്ചിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്ന സ്റ്റുഡൻസിന് വളരെ നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോൾ P-ലെവൽ പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് P-ലെവൽ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഒത്തിരി ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ MCOMന്റെ സിലബസ് നിങ്ങൾക്ക് ഏറെക്കുറെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ MBAയും MCOMും തമ്മിലുള്ള ഒരു വ്യത്യാസം മെയിൻ ആയിട്ട് വരുന്നത് നോൺ ACCA പേപ്പേഴ്സിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു ACCA പേപ്പേഴ്സ് രണ്ടിനകത്തും സെയിം തന്നെയാണ്. MBAയുടെ അകത്ത് ഒരു 5 പേപ്പർ കുറവുണ്ട്. കാര്യം F1, F2, F3 ACCയുടെ അകത്ത് F1, F2, F3 എന്ന് പറയുന്ന പേപ്പർ MBAയുടെ അകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ P-ലെവൽ പേപ്പേഴ്സിൽ അഡ്വാൻസ്ഡ് ടാക്സും അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറയുന്ന പേപ്പറും MBAയുടെ അകത്ത് വരുന്നില്ല. 5 പേപ്പർ, ബാക്കിയുള്ള 10 ACCA പേപ്പേഴ്സ് ആണ് MBAയുടെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ MBAക്ക് വേറൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ ലാസ്റ്റ് ഉള്ള നിങ്ങളുടെ BCom ആകട്ടെ, ഏത് ഡിഗ്രി ആകട്ടെ, അതിന് മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ MBAക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. MCOMന് അങ്ങനെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ല. പക്ഷെ MBAക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പുള്ള ഡിഗ്രിക്ക് മിനിമം 50% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലും ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, MBAയുടെ സെമസ്റ്റർ 1-ൽ എല്ലാം നോൺ ACCA പേപ്പേഴ്സ് ആണ്. സെമസ്റ്റർ 1-ൽ ഒറ്റ ACCA പേപ്പേഴ്സ് പോലും ഇല്ല. അപ്പൊ എല്ലാം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളായിരിക്കും ഈ ആദ്യത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് നടക്കുക. സെക്കൻഡ് സെമസ്റ്റർ ഓൺവേർഡ്സ് ആണ് നിങ്ങൾക്ക് ACCA പേപ്പേഴ്സും നോൺ ACCA പേപ്പേഴ്സും കൂടി മിക്സ്ഡ് ആയി വരുന്ന കാര്യം. അതിനകത്തൊരു 5 പേപ്പേഴ്സിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ അതില്ലാതെ വരുന്നത്. ഇനി ഈ 2 കോഴ്സുകൾ ചെയ്താലും ഇതിനകത്ത് 5 പേപ്പർ കുറവാണെന്ന് ഓർത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സംഷൻസിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. MCOMനും MBA ചെയ്താലും നിങ്ങൾക്ക് ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. ഇനി എക്സംഷൻ ഫീ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് നോക്കിയോട്ടെ. ഓക്കെ, could you please tell us existing online classes how it's helpful for working professionals? Yes, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ കാര്യം ഞാൻ എടുത്തു തന്നെ പറയുന്നുണ്ട്. ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ നമ്മളൊരു നോർമൽ ACCA സ്റ്റുഡന്റ് +2 കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ACCA വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇനീഷ്യൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടി ഒരു 9,000 rupees 8,000 rupees നമുക്ക് ഇനീഷ്യൽ രജിസ്ട്രേഷൻ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ വർഷാവർഷം നമുക്കൊരു 11,000 rupees ഉണ്ട്. പിന്നെ നമുക്ക് ഓരോ പേപ്പറിനും എക്സാം ഫീസ് വരുന്നുണ്ട്. ഇപ്പൊ ഓരോ പേപ്പർ ഓരോ പ്രാവശ്യം എഴുതി ആദ്യത്തെ 9 പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനായിട്ടാണെങ്കിൽ ചില പേപ്പേഴ്സിന് 12,000 13,000 എന്നുള്ള രീതിയിൽ നമ്മളൊരു 1 lakhന് അടുത്ത ഒരു എമൗണ്ട് നമ്മൾ എക്സാം ഫീ തന്നെ ACCAക്ക് അടക്കണം. അതെല്ലാം
ഒറ്റ പ്രാവശ്യം തന്നെ പാസ്സാകാനായിട്ടാണ് ഈ പറഞ്ഞ 1 lakh rupees. വേറെ ട്യൂഷൻ ഫീ ഒന്നും ഞാൻ കൂട്ടുന്നില്ല, ACCA ക്ക് അടക്കേണ്ട എമൗണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കുട്ടി ഏതെങ്കിലും ഒരു പേപ്പറിൽ സ്റ്റക്കായി പോയി, ഇപ്പോൾ F5 സ്റ്റക്കായി, F9 2 പ്രാവശ്യം സ്റ്റക്കായി, അങ്ങനെ സ്റ്റക്കായി പോയാൽ അതിനനുസരിച്ച് എക്സാം ഫീ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നോർമൽ ഒരു +2 കഴിഞ്ഞ് ഡയറക്റ്റ് ACCA പോകാനുള്ള കേസാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ കേസിൽ, നിങ്ങളിപ്പോ ഡയറക്റ്റ് MCOM അല്ല MBA ചെയ്യുന്ന നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, ഈ പറയുന്ന ഓരോ പേപ്പറിന്റെ എക്സംഷൻ ഫീ അടക്കേണ്ട. ഇത്ര ആലോചിച്ചാൽ ഇപ്പോൾ നിങ്ങൾ BCom കഴിഞ്ഞിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് 4 പേപ്പർ എക്സംഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പേപ്പറിന്റെ എക്സാം ഫീ അടക്കണം. അപ്പൊ അതൊരു BCom കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡന്റ് ഈ പറഞ്ഞൊരു എന്താണ് ഒരു 30-40,000 ആദ്യത്തെ 4 പേപ്പറിന് മാത്രം അടക്കണം. ഇപ്പോൾ 6 പേപ്പർ എക്സംഷൻ കിട്ടുന്നുണ്ടെങ്കിൽ 6 പേപ്പറിന്റെ എക്സംഷൻ ഫീ അടക്കണം. പക്ഷേ ഈ ഒരു MBA MCOM പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസ് വെറും 25,000 rupees, അതായത് 250 pounds മാത്രം പേ ചെയ്താൽ അവർക്ക് കിട്ടുന്നത് ഇനീഷ്യൽ രജിസ്ട്രേഷൻ, ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ, അതുപോലെ 1 വർഷത്തെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ. ഇത്രയും കാര്യങ്ങൾ വെറും 25,000 rupeesനാണ് ഈ കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നത്. MCOM MBA ചെയ്യുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നത് വെറും 25,000 rupeesനാണ്. അപ്പോൾ എന്തുകൊണ്ടും അപ്പോൾ ഉള്ള 2 ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് നിങ്ങൾക്ക് ഒത്തിരി കുറവാണ്. ഈ 25,000 നിങ്ങൾക്ക് ഉറപ്പാണ് ആദ്യത്തെ 9 പേപ്പേഴ്സ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. മറ്റേത് നമ്മളൊരു 1 lakh എമൗണ്ട് കൊടുക്കുമ്പോഴും അവിടെ നമുക്ക് ഡൗട്ട് ഉണ്ട്, നമുക്ക് ഈ ഒരു 2 years കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും പേപ്പറിൽ ഞാനിൽ 1-2 കൂടുതൽ തവണ സ്റ്റക്ക് ആകുമോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ, റിസ്ക് എലമെന്റ്സ് കുറച്ച് കൂടുതൽ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു കോഴ്സിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ്, ഈ 25,000 rupeesൽ നിങ്ങൾക്ക് 9 പേപ്പേഴ്സ് ഉറപ്പാണ്. 9 പേപ്പേഴ്സ് നമ്മുടെ കയ്യിലായി. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ഈ 9 പേപ്പേഴ്സ് കിട്ടി അത് നന്നായിട്ട് പഠിച്ചിട്ട് P level എഴുതാവുന്ന രീതിയിൽ പഠിക്കുക. അതാണ് നിങ്ങളുടെ ബാക്കിയുള്ള ജോലി. ഈ 9 പേപ്പേഴ്സിന്റെ എക്സാം നിങ്ങൾ എഴുതിയേ വേണ്ടെന്നല്ല, ഈ 9 പേപ്പേഴ്സിന് നിങ്ങൾ ACCA എക്സാം എഴുതേണ്ട, പകരം നിങ്ങൾ ഏത് എക്സാം എഴുതണം, MBAയുടെ അല്ലെങ്കിൽ MCOMന്റെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയാൽ മതി. ഇപ്പൊ കൂടുതലും സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ ഓൾറെഡി എഴുതിയതാണ്. അപ്പോൾ അത് ACCA എക്സാമുമായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എന്തായാലും കമ്പാരിറ്റീവ്ലി ഒത്തിരി സിമ്പിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോസ്റ്റിന്റെ കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടിയെന്ന് ചോദിക്കുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുക ഫോർ ദിസ് കോഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു കോഴ്സ് നമ്മൾ കൂടുതലും വർക്കിംഗ് പ്രൊഫഷണൽസ്, അതിന്റെ കൂടെ വേറെ കോഴ്സ് കൂടുതലും വർക്കിംഗ് പ്രൊഫഷണൽസിനാണ് ഈ ഒരു ഇത്തരം കോഴ്സിൽ കൂടുതൽ മാച്ച് ആവുക. കാര്യം അവർക്ക് ഒരു ഓൺലൈൻ മോഡലാണ്, ജെയിൻ ഓൺലൈൻ അന്ന് തന്നെയാണ്. ഇപ്പൊ ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി, ഇത് ജെയിൻ ഓൺലൈൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ന്യൂസ് പേപ്പേഴ്സിലും എല്ലാത്തിലും വരുന്നത് ജെയിൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മനോരമയുടെയും കേരള കൗമുദിയുടെ ഒക്കെ ഫ്രണ്ട് പേജിൽ തന്നെ ജെയിൻ ഓൺലൈനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കൂടുതൽ ഇപ്പൊ വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്കും അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവർക്കും തന്നെ പഠിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ക്ലാസ് അവർ കൊടുക്കുന്നതും ഈ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോ ACCA പേപ്പേഴ്സ് ലക്ഷ്യയില് അത് ഈ കാര്യം പറഞ്ഞത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിനെ പറ്റി മാത്രമാണ്. ലക്ഷ്യയില് രണ്ടും ഉണ്ട്, ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ഇതേപോലെ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണമെങ്കിൽ ഏത് ചൂസ് ചെയ്യാം, ലക്ഷ്യയിലെ ഓൺലൈൻ ക്ലാസ്സസ് ചൂസ് ചെയ്യാം. ബാക്കിയുള്ള സ്റ്റുഡൻസിന്, അതായത് BCom കഴിഞ്ഞിട്ട് ഒരു കോളേജ് ലൈഫ് ഒക്കെ വേണം എന്ന് തോന്നുന്ന സ്റ്റുഡൻസിന് ഏത് ചൂസ് ചെയ്യാം, ഓഫ്ലൈൻ ചൂസ് ചെയ്യാം. നമ്മൾ ACCA പേപ്പേഴ്സ് രണ്ടും ACCA പേപ്പേഴ്സിന് ഓഫ്ലൈനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഹൗ ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. ഓക്കെ, എങ്ങനെയാണ് വർക്കിംഗ് പ്രൊഫഷണൽസിന് ACCയുടെ ഓൺലൈൻ ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആകുന്നതെന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ACCയുടെ ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോൾ പോകുന്നത് നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ട്. ഫാക്കൽറ്റീസ് ഓൺലൈൻ ക്ലാസ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് അല്ല കൊടുക്കുന്നത്, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഓരോ പേഴ്സണും നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് മെന്റേഴ്സിന് ഒരു പേഴ്സണൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ പേഴ്സണൽ മെസ്സേജ് അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും കുറെ അധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതായിരിക്കും ഫാക്കൽറ്റീസ്. അപ്പോൾ അവർക്ക് ഇതേപോലെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണമെന്നില്ല ഫാക്കൽറ്റീസ്. പക്ഷെ മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പേഴ്സ് ക്വാളിഫൈഡ് ആയിട്ട് P level ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആയിട്ടുള്ളവരായിരിക്കും മെന്റേഴ്സ് ആയിട്ട് വരുന്നത്. ACCA അഫിലിയേറ്റ് ആയിട്ടുള്ളവരും ACCA P level നല്ല നല്ല മാർക്കോടെ വാങ്ങി പാസ് റാങ്ക് ഒക്കെ കിട്ടിയവരൊക്കെ ആയിരിക്കും നമുക്ക് മെന്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ അത്തരം സ്റ്റുഡൻസിന്റെ അതുപോലെ അഫിലിയേറ്റ്സിന്റെ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ഹെൽപ്ഫുൾ ആണ്. ഇനി വൺസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ടൈമിലാണ് ക്ലാസ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് ലൈവ് ക്ലാസ് ഈ സെയിം ക്ലാസ്സിന്റെ തന്നെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടിൽ എക്സാം വരെ നിങ്ങൾക്ക് ആ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് കണ്ട് റിവിഷന് വേണ്ടി എല്ലാത്തിനും വേണ്ടി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം.
Is recorded video of this session available? I missed the initial part of MCOM with ACCA. നമ്മൾ MCOM with ACCA ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. MCOM with ACCA നമ്മൾ നവംബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. MCOM MBA എല്ലാം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഈ കൂട്ടത്തിൽ കുറെ പേര് ഓൾറെഡി വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി എന്നാണ് ഉദ്ദേശം. അപ്പൊ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും, നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യല്ലോ. ഓക്കെ ഈ വെബിനാറിന്റെ എന്തായാലും യൂട്യൂബ് ചാനലിലുണ്ടാവും. സോറി, ഞാൻ ഓർത്ത് ഇനി ക്ലാസിന്റെ ആണെന്ന് ഓർത്തു. Only worth doing is similar to normal MBA. Yes, നോർമൽ MBA ആയിട്ട് കാര്യം ഇതിനകത്ത് വരുന്ന നോൺ ACCA പേപ്പേഴ്സ് എല്ലാം MBAയുടെ പേപ്പേഴ്സ് തന്നെയാണ്. നിങ്ങൾ ഇത്ര ആലോചിക്കുക, നമ്മളൊരു യൂണിവേഴ്സിറ്റി നോക്കുന്നത്, നമ്മളൊരു യൂണിവേഴ്സിറ്റി എപ്പോഴും എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണോ, അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ. 2, അതൊരു UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള നമുക്കൊരു വാല്യൂ ഉള്ള അതായത് പൊതുവെ ഈ NAAC A+ ഗ്രേഡും അതുപോലെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണോ, UGC അപ്രൂവ്ഡ് ആണോ, അതേപോലത്തെ കാര്യങ്ങൾ. പിന്നെ 3, എന്താ പറയാ, ഈ കോഴ്സ് ചെയ്താൽ നമുക്ക് ജോലി കിട്ടുമോ. അപ്പോ ജോലി കിട്ടുമോ എന്നുള്ള കേസിൽ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്തുകൊണ്ട് സെലക്ട് ചെയ്യാന്നില്ല. കാര്യം നിങ്ങൾക്ക് MBA ക്വാളിഫിക്കേഷൻ ഉണ്ട്, പ്ലസ് ACCA എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ ആദ്യത്തെ 9 പേപ്പർ എക്സംഷനോടെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള 4 പേപ്പർ കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അഫിലിയേറ്റ് ആണ്. അപ്പോൾ ACCA 9 പേപ്പേഴ്സ് പ്ലസ് ഒരു MBA എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് EY KPMG പോലുള്ള ബിഗ് ഫോഴ്സിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. ഇനി നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ മൾട്ടിനാഷണൽ കമ്പനീസിലും അതുപോലെ തന്നെ CA ഫോംസിലും ഒത്തിരി അധികം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ACCA 9 പേപ്പേഴ്സ് പ്ലസ് MBA വെച്ച് നിങ്ങൾക്ക് ജോലി കിട്ടാവുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അവിടെ വെച്ച് നിർത്താൻ പറയില്ല. നിങ്ങൾക്ക് ACCA എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ വെറും 4 പേപ്പറിന്റെ അപ്പുറത്ത് നിൽക്കുവാണ്. നിങ്ങൾ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ അതിലോട്ട് പോകുന്നതിന് പകരം ജസ്റ്റ് ഈ 4 പേപ്പർ കൂടി എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അതിനു വേണ്ടി നിങ്ങൾ എത്രയാന്ന് വെച്ചാൽ ടൈം സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ACCA അഫിലിയേറ്റ് പ്ലസ് MBA ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരു ജോബ് ഓറിയന്റഡ് ആണോ, അതിൽ ജോബ് കിട്ടുമോ എന്നുള്ളൊരു സംശയം പോലും. കാര്യം ACCA അഫിലിയേറ്റ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ വെറുതെ നിൽക്കുന്നില്ല. Register for online ACCA in Lakshya. Can I select some exam center outside Kerala? ഇതിന് എക്സാം സെന്റർ ഇല്ല, ഇത് ഫുള്ള് ഓൺലൈൻ തന്നെയാണ്. നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ഓൺലൈൻ ആണ്, നിങ്ങൾ പേ ചെയ്യുന്നത് ഓൺലൈൻ ആണ്, നിങ്ങൾ എക്സാം എഴുതുന്നതും ഓൺലൈൻ ആണ്. നിങ്ങൾക്ക് റിമോട്ട് ഇൻവിജിലേഷൻ ആയിരിക്കും. നിങ്ങൾ ഒരു ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും എക്സാം എഴുതുന്നത്. ACCAയുടെ എക്സാം എഴുതുന്ന റിമോട്ട് എക്സാംസ് നിങ്ങൾ എഴുതിയത് എങ്ങനെയാണോ ബാക്കിയുള്ള സ്റ്റുഡൻസ് ACCAയുടെ റിമോട്ട് എക്സാം എഴുതുന്നത്, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഈ എക്സാം എഴുതുന്നത്. പക്ഷെ വ്യത്യാസം, അവർ ACCAയുടെ എക്സാം എഴുതുന്നു, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നു. നിങ്ങളൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് റിമോട്ട് ഇൻവിജിലേഷൻ ആണ്, ക്യാമറ അവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടാവും. ആ ഒരു ഇതിലായിരിക്കും നിങ്ങളുടെ എക്സാംസ് പോകുന്നത്. സോറി, കുറെ വരുന്നതുകൊണ്ട് ഞാൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കണം നിങ്ങൾ. Is there any attendance problem? Yes, attendance problem ഉണ്ട്. നമുക്ക് ലക്ഷ്യയില് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് ഒരിക്കലും MBA ഒരു സൈഡായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, MBA മാത്രം ഒരു ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ ഇടപെടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ACCAയുടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് P-level ഒക്കെ സ്കോർ ചെയ്യണം എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് ക്ലാസ് കറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ബാക്കിയുള്ള നോർമൽ കോഴ്സ് ചെയ്ത് നിങ്ങൾ ഒരു P-level എഴുതിയാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും P-levels കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. P-levels നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നല്ല നോളജ് ഉണ്ടാക്കി പുറത്തു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് ACCA എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്, നിങ്ങൾക്ക് MBA ക്വാളിഫൈഡ് ആവും. എന്തുകൊണ്ട് MBA ക്വാളിഫിക്കേഷൻ പ്ലസ് 9 പേപ്പർ എക്സാംഷൻ എന്തായാലും കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ACCA അഫിലിയേറ്റ് ആകണമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു ACCA സ്റ്റുഡന്റിനുള്ള സെയിം നോളജ് തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് P-level കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലക്ഷ്യയിൽ അതിനനുസരിച്ചുള്ള എക്സാംസും കാര്യങ്ങളും എല്ലാം നടത്തും. നിങ്ങൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് തന്നെ വേണ്ടി വരും. ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടാണ് ഇപ്പൊ അറ്റൻഡൻസ് ഇല്ല അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് പക്ഷെ ആ ഒരു സ്റ്റേജസിലൂടെ നമ്മൾ കൊടുക്കുന്ന ഓരോ സ്റ്റേജിലൂടെ എല്ലാവരും കടന്നു പോകേണ്ടതാണ്. ജെനുവിൻ റീസൺസ് ഒക്കെ നമ്മളത് കൺസിഡർ ചെയ്യാറുണ്ട്. പേജ് സെക്കൻഡ് ടൈം മാത്രം മതിയോ? ഓക്കെ, അതായത്
ബേബി ഓൺ സ്റ്റഡീസിന്റെ ഒക്കെ മാരീഡ് ആയി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എക്സാം വരുമ്പോൾ അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത എക്സാം എപ്പോഴാണോ വരുന്നത്, അതിപ്പോ നിങ്ങൾ നോർമലി ബികോം ഒക്കെ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിന് നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം എഴുതും, ഇംപ്രൂവ്മെന്റ് എഴുതും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേപ്പറിന് ഫെയിൽ ആയെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത സെമസ്റ്റർ അടുത്ത ഇയർ എഴുതാവുന്ന പോലെ തന്നെ ഈ കോഴ്സിന് ഇത് ശരിക്കും ഒരു ഡിഗ്രി PG കോഴ്സ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള PG കോഴ്സിനകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഇവിടെ ഈ ഒരു കോഴ്സിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അടുത്തതിന്റെ എക്സാം ഫീ അടക്കുക, എന്നിട്ട് അത് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനകത്ത് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. യെസ്, ഓൾറെഡി 10 പേപ്പേഴ്സ് ഓഫ് ACCA കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് എക്സംഷനെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഈ എക്സംഷനെ പറ്റിയായിരുന്നു. നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പേപ്പർ എക്സംഷൻ കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും എക്സംഷൻ എന്നുള്ള ടേമിനോട് എല്ലാവരും നല്ല രീതിയിൽ ഫെമിലിയർ ആണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് റിവേഴ്സ് എക്സംഷൻ ആണ്. എങ്ങനെയാണ് ഇപ്പോൾ ACCA ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ MCOM MBA കോഴ്സുകൾ യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരുടെ ഡൗട്ട്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കിക്കോട്ടെ. ടോട്ടൽ കോഴ്സ് ഫീസ് പറഞ്ഞിട്ടുണ്ട്. അറ്റൻഡൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. വാട്ട്സ് ദ ഡിഫറൻസ് ഇൻ റെഗുലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആൻഡ് ഓൺലൈൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് മെൻഷൻ ഓൺലൈൻ ഡിഗ്രി. യെസ്. അപ്പോ നിങ്ങളിപ്പോ ACCA ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാരലി ഒരു ഡിസ്റ്റന്റ് ഡിഗ്രി ചെയ്യാം. ഡിസ്റ്റന്റ് ഡിഗ്രി ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ചെയ്യുന്നത് ഓൺലൈൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോർമൽ റെഗുലർ കോളേജിൽ പോയി കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ സെയിം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ ഓൺലൈൻ മോഡ് പഠിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ ഓൺലൈൻ ഒന്നും ഉണ്ടാവും, പക്ഷെ അതിന്റെ വാല്യൂ അഫക്റ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് ഒരു റെഗുലർ ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 132 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. ഈ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 132 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് പോയിന്റ്സിലും സർട്ടിഫിക്കറ്റ്സ് റെഗുലർ ഡിഗ്രി എല്ലാം സെയിം തന്നെയാണ്. അതിന് കിട്ടുന്ന നിങ്ങളൊരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനോ എല്ലാം പോകുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു കോളേജിൽ പോയി പഠിച്ച ഡിഗ്രിക്ക് കിട്ടുന്ന സെയിം വാല്യൂ തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റിനും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പതിയെ റിവേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? 2 years only after completing 2 years we can attend or we can attend in during the course. Yes. ഇപ്പൊ നിങ്ങൾക്ക് ചോദിച്ചിരുന്ന ഡൗട്ട് ആണ്. ഇപ്പൊ ACCA MBA അല്ലെങ്കിൽ MCOM ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് P-level പേപ്പേഴ്സ് എഴുതാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ചോദിച്ചു. നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് എഴുതാൻ പറ്റുന്ന കുറച്ചു മുമ്പ് ഒരു കുട്ടി ചോദിച്ചു. ആ കുട്ടി ഓൾറെഡി 10 പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് എന്താണ് P-level പേപ്പേഴ്സ് ഈ ഒരു കോഴ്സിന്റെ ഒപ്പം ചെയ്യാൻ പറ്റും. കാര്യം അവർ ഓൾറെഡി 10 പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് അപ്പോൾ അവർക്ക് 10 പേപ്പർ ഇപ്പോൾ ഞാൻ റിവേഴ്സ് എക്സംഷനിലേക്ക് കടക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഞാനിപ്പോ മിക്കവാറും ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഈ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ വരും. ഇൻ കേസ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ജസ്റ്റ് റിവേഴ്സ് എക്സംഷനിലേക്ക് പോവാണ്. എന്താണ് റിവേഴ്സ് എക്സംഷൻ? റിവേഴ്സ് എക്സംഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ACCA ചെയ്തിട്ട് കുറച്ച് പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനാണ് റിവേഴ്സ് എക്സംഷൻ ഗുണകരമാകുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് ഇപ്പോ ആരാ പറയാ ലിൻഡോ മാത്യു ഇപ്പോ ACCA ആദ്യത്തെ 6 പേപ്പേഴ്സ് കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണ്. ഈ 6 പേപ്പേഴ്സ് കഴിഞ്ഞ സ്റ്റുഡന്റ് ഈ പറഞ്ഞ MBA അല്ലെങ്കിൽ MCOM പ്രോഗ്രാമിന് വരുന്നു. നമുക്ക് നോക്കാം. MCOM പ്രോഗ്രാമിന് ചേരാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. 1 minute. ഓക്കെ, ഇത് MBA ആണ്. നമുക്ക് എന്നാൽ ലിൻഡോനെ MBAക്ക് ചേർക്കാം. ഓക്കെ, അപ്പൊ ലിൻഡോ ACCയുടെ ആദ്യത്തെ 6 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ MBAക്ക് ടോട്ടൽ ഉള്ളത് 22 പേപ്പേഴ്സ് ആണ്. ഇതിനകത്ത് കോഴ്സ് ഫീ വരുന്നത് 2 lakh rupees ആണ്. അതായത് സെമസ്റ്റർ വൈസ് 50,000 ആണ് വരുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 50, സെക്കൻഡ് സെമസ്റ്ററിൽ 50, തേർഡിൽ 50, ഫോർത്തിൽ 50. അങ്ങനെ 50,000 എന്നുള്ള രീതിയിലാണ് ലിൻഡോയ്ക്ക് MBAക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ലിൻഡോ ഓൾറെഡി ACCയുടെ 6 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിൻഡോയ്ക്ക് 22 പേപ്പേഴ്സ് എഴുതണ്ട MBAക്ക്. വെറും 16 പേപ്പേഴ്സ് എഴുതിയാൽ ലിൻഡോ MBA കംപ്ലീറ്റഡ് ആണ്. വെറും 16 പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ MBA ക്വാളിഫിക്കേഷനും ബാക്കി എത്ര ഓൾറെഡി 6 പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 പേപ്പർ കൂടിയാണ് ACCക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിന്റെ എക്സംഷൻ ഫീ മാത്രം അടച്ചാൽ ACCയുടെ 9 പേപ്പർ എക്സംഷൻ അവിടെ ലഭിക്കുകയാണ്. ACCയുടെ എല്ലാ ആദ്യത്തെ 9 പേപ്പേഴ്സും ക്ലിയർ ആവുകയാണ്. 16 പേപ്പർ എഴുതിയാൽ MBAയും കിട്ടുവാണ്. തീർന്നില്ല, അവിടെ എന്ത് ബെനിഫിറ്റ് കൂടിയുണ്ട്? ഫീസിനകത്ത് നല്ല രീതിയിലൊരു വ്യത്യാസമുണ്ട്. വെറും 1,52,000 മാത്രമാണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പേയ്മെന്റ് വരുന്നത്.
അപ്പൊ അതാണ് റിവേഴ്സ് എക്സംഷൻ. റിവേഴ്സ് എക്സംഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ അല്ലാതെ ഇപ്പോൾ ഓൾറെഡി ACCയുടെ കുറച്ച് പേപ്പേഴ്സ് ക്ലിയർ ആയ ഒരു സ്റ്റുഡന്റ്, അത് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, ഇനി ACC അഫിലിയേറ്റ്സ് ആയിക്കോട്ടെ, 13 പേപ്പറും ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ACCയുടെ എത്ര പേപ്പർ ക്ലിയർ ചെയ്തിട്ടുണ്ടോ, അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു MCOMനകത്തും MBAയുടെകത്തും എല്ലാ ACC പേപ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് നിങ്ങൾ ഓൾറെഡി ACCയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലിയർ ചെയ്ത പേപ്പേഴ്സ് MBAയുടെകത്ത് അല്ലെങ്കിൽ MCOMനകത്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ള പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് MCOM ക്വാളിഫിക്കേഷൻ, MBA ക്വാളിഫിക്കേഷൻ കിട്ടുവാണ്. ആ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ACCയിൽ കൂടി എക്സംഷൻ കിട്ടും. നിങ്ങൾ 6 പേപ്പറാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ബാക്കിയുള്ള പേപ്പേഴ്സ് MCOMന് അല്ലെങ്കിൽ MBAയുടെ അകത്ത് എഴുതി കഴിയുമ്പോൾ ACCയുടെ അകത്തുള്ള റിമൈനിങ് പേപ്പേഴ്സ്, അതായത് 6 ആണെങ്കിൽ ബാക്കിയുള്ള 3 പേപ്പേഴ്സ് കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടുവാണ്? എക്സംഷൻ കിട്ടുവാണ്. അപ്പൊ ACCയിൽ എക്സംഷൻ കിട്ടുന്നു, MBAയുടെ അകത്ത് റിവേഴ്സ് എക്സംഷൻ കിട്ടുന്നു, ഫീസിനകത്ത് വ്യത്യാസം വരുന്നു. ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ കുറച്ചു മുമ്പ് ഒരു സ്റ്റുഡന്റ് ചോദിച്ചു 10 പേപ്പേഴ്സ് ചാറ്റും ഒരു ക്വസ്റ്റ്യൻ മുന്നോട്ട് പോയി, ഞാൻ ജസ്റ്റ് നോക്കിക്കോട്ടെ. ഓൾറെഡി കംപ്ലീറ്റഡ് 10 പേപ്പേഴ്സ് ഓഫ് ACCA. സോ ജെയിൻ ഓൺലൈൻ MCOM പ്രോഗ്രാം യൂസ്ഫുൾ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം യൂസ്ഫുൾ ആണോ എന്ന്. ഇതാണ് MCOM പ്രോഗ്രാമിന്റെ ബ്രോഷർ എന്ന് പറയുന്നത്. അതിന്റെ സിലബസ് ഞാൻ ഓൾറെഡി നിങ്ങളെ പറഞ്ഞു തന്നു. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ 10 പേപ്പേഴ്സ് ആണ്. MCOMനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള 22 പേപ്പറാണ്. 10 പേപ്പേഴ്സ് പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോച്ചിങ് ഫീ വരുന്നത് 1,80,000 ആണ്. അതായത് 45,000 പെർ സം. 45,000 ഫസ്റ്റ് സെമ്മിൽ, 45,000 സെക്കൻഡ് സെം, അങ്ങനെ 4 സെമ്മിലായിട്ട് ടോട്ടൽ 1,80,000 ആണ് ഒരു ഓർഡിനറി സ്റ്റുഡന്റിന്, ഒരു BCom കഴിഞ്ഞ് ജസ്റ്റ് വരുന്ന ഒരു സ്റ്റുഡന്റിന് 1,80,000 ആണ് വരുന്നത്. ACCയുടെ 6 പേപ്പേഴ്സ് അല്ലെങ്കിൽ 10 പേപ്പേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും 12 പേപ്പർ എഴുതിയാൽ തന്നെ എന്ത് കിട്ടുവാണ്? MCOM ക്വാളിഫിക്കേഷൻ കിട്ടുവാണ്. അതിന്റെ ഒപ്പം തന്നെ ഫീസ് എത്രയേ വരുന്നുള്ളൂ? 1 lakh rupees വരുന്നുള്ളൂ. ACCക്ക് വേറെ 25,000 ACCക്ക് വേറെ പേയ്മെന്റ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് വെറും 1 lakh rupees മാത്രമാണ് ഇതിന്റെ പേയ്മെന്റ് വരുന്നത്. 12 പേപ്പേഴ്സ് ഇവിടെ എക്സംഷൻ. 12 പേപ്പേഴ്സ് എഴുതിയാൽ തന്നെ MCOM ക്വാളിഫിക്കേഷനും, അതായത് 12 പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേപ്പർ എഴുതണ്ട? 10 പേപ്പർ എഴുതണ്ട. 10 പേപ്പർ ഓൾറെഡി ACCയിൽ എഴുതിയതുകൊണ്ട് 10 പേപ്പർ MCOMൽ എഴുതേണ്ടി വരുന്നില്ല. വെറും 12 പേപ്പേഴ്സ് എഴുതിയാൽ നിങ്ങൾക്ക് MCOM ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഫീസിൽ 80,000 കുറവും വരുവാണ്. അപ്പൊ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് അത്. ഓക്കെ, ഇന്റേണൽ മാർക്സ് ഉണ്ട്. ഇതിനകത്ത് ഒരു അസൈൻമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അസൈൻമെന്റ്സിനൊക്കെ നിങ്ങൾക്ക് മാർക്സ് ഉള്ളതാണ്. Will we be able to become an ACC affiliate by the time we complete the MCOM? MCOM കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്ക് ഒരു ACC അഫിലിയേറ്റ് ആകാൻ പറ്റുമോ? അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 9 പേപ്പർ അല്ല, എല്ലാ പേപ്പേഴ്സും 13 പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ 10 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ നോക്കുക. അതുപോലെ ACC ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ BCom കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ACCനെ പറ്റി ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബേസിൽ നിന്ന് തന്നെ, ഞാൻ പറഞ്ഞില്ലേ സിലബസ് വളരെ നല്ല രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പറഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഒക്കെ നിങ്ങൾ പഠിക്കുന്നത്, സെക്കൻഡ് സെം വരെ നിങ്ങൾ പഠിക്കുന്നത് ബേസ് ലെവൽ പേപ്പേഴ്സ് ആണ്. തേർഡ് സെമ്മിൽ നിങ്ങൾ P ലെവൽ പേപ്പേഴ്സ് പഠിച്ചു തുടങ്ങും. അപ്പോൾ തേർഡ് സെമ്മോ തൊട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ACCയുടെ P ലെവൽ എക്സാം എഴുതാവുന്നതാണ്. അപ്പൊ നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആണ് ഫോർത്ത് സെം തേർഡ് സെമ്മിലൊക്കെ നിങ്ങൾക്ക് ACCയുടെ P ലെവൽ പേപ്പേഴ്സ് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും P ലെവൽ പേപ്പേഴ്സ് എഴുതാവുന്നതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഒരിക്കലും അത് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ACCയുടെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ഒരു 7-8 പേപ്പർ ക്ലിയർ ചെയ്ത, അല്ലെങ്കിൽ ഒരു 5-6 പേപ്പറൊക്കെ ACCയിൽ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് പിന്നെയും പറ്റും. ഇപ്പോ ACCയുടെ P5 അതായത് പെർഫോമൻസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡന്റ് ഉണ്ട് എങ്കിൽ, പെർഫോമൻസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് F5 കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അവന് APM എഴുതാൻ പറ്റും. ഈ MCOM ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അത് ഫസ്റ്റ് ഇയർ തന്നെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. P ലെവലിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഇയർ തന്നെ വേണമെങ്കിൽ MCOMന്റെ P ലെവൽ എക്സാം എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത പേപ്പേഴ്സിനനുസരിച്ച് അതിന്റെ ഹയർ പേപ്പേഴ്സ് നിങ്ങൾക്ക് അപ്പളപ്പം തന്നെ എഴുതി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പളപ്പം തന്നെ എഴുതി പോകാൻ പറ്റും. ഈ പറയുന്ന ഒരു പേയ്മെന്റ് നിങ്ങൾ ACCക്ക് അടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈ ACC അക്കൗണ്ടിൽ കാണിക്കുന്നത് 9 out of 13 പേപ്പേഴ്സ് കംപ്ലീറ്റഡ് എന്നാണ്. ഈ MCOM പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾ എക്സാം എഴുതി ക്വാളിഫൈഡ് ആകുമ്പോഴല്ല, ഇതിന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കുന്ന 9 out of 13 പേപ്പേഴ്സ് കംപ്ലീറ്റഡ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഫസ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾക്ക് P ലെവൽ പേപ്പേഴ്സ് എഴുതാൻ പറ്റും. ടെക്നിക്കലി അവിടെ എഴുതാൻ പറ്റും. പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ നോളജ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നോളജ് ഉള്ളവരാണ്, നിങ്ങൾക്ക് കൊണ്ട് P ലെവൽ പേപ്പേഴ്സ് എഴുതാൻ പറ്റുന്നവരാണ്, ഓൾറെഡി ACCയുടെ കുറച്ച് പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് കൊണ്ട് എഴുതാൻ പറ്റും. പുതിയതായിട്ട് ഈ ഒരു കോഴ്സിലോട്ട് വരുന്നവർ കറക്റ്റ് ഈ ഒരു ഓർഡറിൽ പോയാൽ മാത്രമേ നമുക്ക് P ലെവൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് ഓർഡറിൽ പോയി നിങ്ങൾക്ക് അതിന്റെ എക്സാംസും അതിന്റെ കറക്റ്റ് മെന്ററിംഗ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ P ലെവൽ എഴുതാൻ വേണ്ടി നമ്മൾ
യോഗ്യരാക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഓൾറെഡി ACCA റിവേഴ്സ് എക്സംഷൻ കിട്ടി വരുന്ന സ്റ്റുഡൻസിന്റെ കേസിലുള്ള കാര്യമാണ്. എഴുതാൻ പറ്റാത്ത എക്സാമിന് ഫീസ് അടക്കേണ്ടി വരും. എഴുതാൻ പറ്റാത്ത എക്സാം നിങ്ങൾ നെക്സ്റ്റ് ടൈം എഴുതുന്നുണ്ടെങ്കിൽ അതിന് എക്സാം ഫീസ് വരും. നിങ്ങൾ എക്സാം എപ്പോഴൊക്കെ എഴുതുന്നോ അതിനൊക്കെ ഫീസ് വരും. ഇതിനകത്ത് എക്സാം ഫീ വരുന്നത് 3000 പെർ ഇയർ ആണ്. നിങ്ങൾക്കറിയാം ACCയുടെ നിങ്ങൾ ഒരു പേപ്പർ എഴുതുന്നത് 12,000 സംതിങ് ഒക്കെ കൊടുത്താണ് ഒരു പേപ്പർ എഴുതുന്നത്. ഇത് എല്ലാ പേപ്പേഴ്സും, അതായത് 2 സെമസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു 10 പേപ്പറോളം ഉണ്ടാവും മിനിമം. അപ്പൊ അതെല്ലാം കൂടി ഒരു 3000 റുപ്പീസിനകത്താണ് ഈ 10 പേപ്പർ നിങ്ങൾ എഴുതുന്നത്. ഇപ്പൊ ഒരു 300 റുപ്പീസ് പെർ പേപ്പറെ ഈ പറയുന്ന MCOM MBA ഒക്കെ വരുന്നുള്ളൂ. ഈസ് ദർ എനി ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് ഫോർ ACCA? ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ള ടേം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് CA സ്റ്റുഡൻസിനാണ്. CA സ്റ്റുഡൻസ് CA ഇന്റർ കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ടാണ് അവർ ഫൈനൽ എഴുതുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾഷിപ്പ് പോലെ തന്നെ ACCA ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ 3 വർഷത്തെ എക്സ്പീരിയൻസ്. 3 വർഷത്തെ എക്സ്പീരിയൻസും ACCA ഒത്തിരി ഇമ്പോർട്ടന്റ് എന്നല്ല, അവർ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ കൺസിഡർ ചെയ്തിട്ട് 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെ ACCA മെമ്പർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 13 പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത ഒരാളെ ACCA അഫിലിയേറ്റ് എന്നും 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു, അല്ലെങ്കിൽ അതിനിടക്ക് തന്നെ ഈ കംപ്ലീറ്റ് ചെയ്യുന്നതിനിടക്ക് തന്നെ 3 വർഷം നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, പലയിടങ്ങളിലായിട്ട് 3 വർഷം നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് ACCA ഒക്കെ ബോധ്യമായാൽ നമ്മളെ അവർ വിളിക്കുന്നത് ACCA മെമ്പർ എന്നാണ്. സോ വിൽ പ്രൊവൈഡ് ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു LMSന് നിങ്ങൾക്ക് ഒരു ആക്സസ് കിട്ടും. നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും, നിങ്ങളുടെ പ്രോഗ്രസും നിങ്ങളുടെ എക്സാമിന്റെ മാർക്കും എല്ലാം നിങ്ങൾക്ക് ആ ഒരു LMSൽ വ്യക്തമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെന്റർഷിപ്പ് ഈ ജെയിനിലും ഉണ്ടാവും, ലക്ഷ്യയിലും ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽസ്, യെസ്, എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് LMSൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ലക്ഷ്യയുടെ ACCA പേപ്പേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കപ്ലാൻ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കപ്ലാൻ ACCA സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ ഈ കോഴ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. സെയിം ഫാക്കൽറ്റീസ്, സെയിം മെറ്റീരിയൽസ് തന്നെയാണ്. MCOM റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ACCA ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? MCOM റെഗുലർ ക്ലാസ് എന്ന് പറഞ്ഞാൽ MCOMനകത്ത് തന്നെയാണ് നിങ്ങൾ ACCA പഠിക്കുന്നത്. നിങ്ങൾ MCOM വേറെ ACCA വേറെ അല്ല, MCOM തന്നെയാണ് ഇവിടെ ACCA. നിങ്ങൾ MCOMന് പഠിക്കുന്ന പേപ്പേഴ്സ് ACCA പേപ്പേഴ്സ് ആണ്. അപ്പൊ അത് ക്ലാസ് എടുക്കുന്നത് സെയിം ഫാക്കൽറ്റീസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് ക്ലാഷ് വരാനുള്ള കാര്യമില്ല. കാര്യം അത് പഠിക്കാനായിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. MCOM നോൺ ACCA പേപ്പേഴ്സ് ജെയിനിലും അത് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ബാക്കിയുള്ള വീക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേക്ക് പകരം വേറെ 2 അവധി ദിവസങ്ങൾ നമുക്ക് നോർമൽ മൺഡേ ടു ഫ്രൈഡേ ഏതെങ്കിലും 2 ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാതെ വരുന്നത്. സാറ്റർഡേ സൺഡേ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൽ ബാക്കിയുള്ള 3 ദിവസങ്ങളിലായിരിക്കും ലക്ഷ്യയുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ അത് ACCA പേപ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ക്ലാഷ് ആകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടെക്സ്റ്റ് ബുക്സിനും ചേർത്ത് തന്നെയാണ് ഫീ. ടെക്സ്റ്റ് ബുക്ക്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാത്തിനും കൂട്ടിയിട്ടുള്ള ഫീസാണ് ഇതിനകത്ത് വരുന്നത്. യെസ്, ഹാർഡ് കോപ്പി നിങ്ങൾക്ക് കിട്ടും. ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതൊരു ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് മെറ്റീരിയൽസും എല്ലാം ഓൺലൈൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓഫ്ലൈൻ ഫിസിക്കൽ കോപ്പി, ഹാർഡ് കോപ്പി വേണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അത് പക്ഷെ അതിന്റെ ഫീസ്, അതിന്റെ കോസ്റ്റ് നമ്മൾ ഈ ഫീസിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ അത് ഈ പറയുന്ന ഒരു 350 റുപ്പീസിനൊക്കെ നമുക്ക് ഓരോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി അതിന്റെ ബുക്സ് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിന് എല്ലാവർക്കും കിട്ടുന്ന മെറ്റീരിയൽസ് ഒരു വിഷയമല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലാൻ, ACCA ഒക്കെ യൂസ് ചെയ്യുന്ന കപ്ലാൻ BPP ടെക്സ്റ്റ് ബുക്സ് ആണ് ACCA ഒക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇതിനകത്ത് പറയണം. എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ കുറെ ചാറ്റ്സ് വരുന്നുണ്ട്, എനിക്ക് അത്രയും കിട്ടുന്നില്ല. Exemption papers claimed and regular ACCA exam attended and cleared student certification മെൻഷൻ ചെയ്യൂലേ? അതായത് ഇതിനകത്ത് ACCA സർട്ടിഫിക്കറ്റ്സിനകത്ത് നിങ്ങൾക്ക് ഇപ്പോ എക്സംഷൻ പേപ്പേഴ്സോ, അതായത് ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതാണോ കേസ്? ഓൾറെഡി BCom കഴിഞ്ഞിട്ട് 4 പേപ്പർ എക്സംഷൻ കിട്ടി. അപ്പോൾ അത് ACCA എക്സംഷൻ ക്ലെയിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ACCA കുറച്ച് പേപ്പർ എഴുതി പാസ്സായി. അപ്പൊ മൊത്തം ഒരു 6 പേപ്പർ ക്ലിയർ ആയി. അപ്പൊ ടോട്ടല് 4 പേപ്പർ എക്സംഷനിൽ കിട്ടി, 2 പേപ്പർ എഴുതി കിട്ടി. അത് ഇതിനകത്ത് കൺസിഡർ ചെയ്യുമെന്നല്ലേ? അതും ഇതിനകത്ത് കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് അപ്പോഴും 6 പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങൾ ഓൾറെഡി ACCA പേയ്മെന്റ് ഒക്കെ അടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ 6 out of 13 പേപ്പേഴ്സ് കംപ്ലീറ്റഡ് എന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് MCOM അല്ലെങ്കിൽ MBA ചെയ്യുമ്പോൾ ആദ്യത്തെ 6 പേപ്പേഴ്സ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ള ഇപ്പൊ 22 പേപ്പർ ആണെങ്കിൽ വെറും 16 പേപ്പർ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് MCOM ക്ലിയർ ചെയ്യാം.
അതുപോലെ തന്നെ ബാക്കിയുള്ള 3 പേപ്പേഴ്സ് 9 പേപ്പർ ആകാനായിട്ട് ഇപ്പൊ 6 പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 3 പേപ്പേഴ്സ് ACCയിലകത്തും എക്സംഷൻ ഫീ അടച്ചാൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. സർട്ടിഫിക്കറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യില്ല. എല്ലാം നോർമലി M.Com ഇപ്പോൾ നിങ്ങൾ ACC അഫിലിയേറ്റ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ACC അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ പേപ്പർ എക്സംഷൻ ആണെന്നുള്ള കാര്യം ഉണ്ടാവും. പക്ഷെ ഒരു അഫിലിയേറ്റിനെ സംബന്ധിച്ച് അവനും ACC എല്ലാ പേപ്പറും എഴുതി കംപ്ലീറ്റ് ചെയ്ത ആളും അഫിലിയേറ്റ് ആണ്, അല്ലാതെ ഈ റൂട്ട് വന്ന ആളും അഫിലിയേറ്റ് തന്നെയാണ്. P-level പേപ്പേഴ്സ് 2 കൂട്ടരും നിങ്ങൾ എഴുതിയാൽ തന്നെ അത് പാസ് ആവുള്ളൂ. അതിനകത്ത് നമുക്ക് എക്സംഷൻ കിട്ടുന്നില്ല. അതിന്റെ ഹയർ ലെവൽ പേപ്പേഴ്സ്, അതായത് SBR, SBL, APM, AFM പോലുള്ള ഹയർ ലെവൽ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതി തന്നെ അതൊരു എക്സംഷൻ റൂട്ടല്ല വരുന്നത്. അതൊരു അറിയാവുന്ന ഇതിന്റെ ബേസിക് നോളജ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റുഡന്റിന് മാത്രമേ P-level പേപ്പേഴ്സ് പാസ് ആകാൻ പറ്റുള്ളൂ. സോ ക്വാളിഫിക്കേഷൻ എല്ലാം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളെ നമ്മൾ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. ഗൂഗിൾ യൂട്യൂബ് ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ സർവൈ MBA പ്ലസ് ACCയുടെ യൂട്യൂബ് ഡീറ്റെയിൽസ് ഒക്കെ. കാര്യം ഈ ഒരു കോഴ്സിനെ പറ്റി ആൾക്കാർ കൂടുതൽ ഫെമിലിയർ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ്, ഈ കൊറോണയൊക്കെ ഇത്രയും വന്നതിന് ശേഷമാണ് ഈ ഇടക്കാണ് ഈ ഒരു ഓൺലൈൻ കോഴ്സുകൾക്ക് ഇത്രയും ഡിമാൻഡ് വരാൻ തുടങ്ങിയത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ രീതിയിലൊക്കെ അഡ്വർടൈസ്മെന്റ് ആണ്. യൂട്യൂബിലൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല യൂട്യൂബിൽ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ന്യൂസ് പേപ്പേഴ്സിലും TV ചാനൽസിലൊക്കെ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ന്യൂസ് ആയിരുന്നു. ഒരു ടു വീക്സ് ആയിരുന്നു, 1 വീക്ക് ബിഫോർ നല്ല രീതിയിൽ തന്നെ എല്ലാ പേപ്പേഴ്സിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ജെയിൻ ഓൺലൈൻ എന്നുള്ള രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. ബിഗ് ഫോഴ്സിൽ പ്ലേസ്മെന്റ്സ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെയും പ്ലേസ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷ്യയുടെയും പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഡീറ്റെയിൽസ് എന്തായാലും ഈ ഒരു ഗൂഗിൾ ഫോം ജസ്റ്റ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യൂ. ഞാൻ ഒന്നുകൂടി അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവിധ ഇതേപോലെ പേപ്പറിൽ വന്നതും ഇതുപോലെ യൂട്യൂബ് ലിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ജസ്റ്റ് ഈ നമ്പർ ഇതിലൊന്ന് ഫില്ല് ചെയ്താൽ നിങ്ങളെ നാളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ മോഡ് ആൻഡ് ഓഫ്ലൈൻ മോഡ് ഫീസ് സെയിം ആണോ? ഓൺലൈൻ മോഡും ഓഫ്ലൈൻ മോഡും ഫീസ് സെയിം തന്നെയാണ്. A student from direct degree. ശ്രീദേവ് ഗൂഗിൾ ഫോം ഒന്ന് ടു എവരിവൺ ആയിട്ട് ഷെയർ ചെയ്യൂ. Okay, sorry. ജസ്റ്റ് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. A student from direct degree can attempt the P-level papers during the course. Please specify. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ ഈ പറയുന്ന ഫസ്റ്റ് ഇയർ എഴുതാൻ പറ്റും. അവർക്ക് ACCയിൽ കയറി എക്സാം രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ACCയെ പറ്റി, ACCയുടെ F-ലെവലിനെ പറ്റി തന്നെ നിങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. M.Com കോഴ്സിലൂടെയാണ് നിങ്ങൾ ACCയുടെ F-ലെവൽ പേപ്പേഴ്സിനെ പറ്റി തന്നെ പഠിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റിന് ഒരിക്കലും P-level പേപ്പേഴ്സ് ആദ്യം എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റും ആർക്ക്? ഓൾറെഡി ACCയുടെ പേപ്പേഴ്സ് കുറച്ച് ക്ലിയർ ചെയ്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ പറയുന്ന കോഴ്സിന് ഈ പറയുന്ന ടൈം ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ P-level പേപ്പേഴ്സ് എഴുതാം. ഇപ്പൊ ഓൾറെഡി F5 ഈ റീസെന്റ് F5 അല്ലെങ്കിൽ പറയുന്ന ടാക്സ് പേപ്പേഴ്സ് ഒക്കെ F6 പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഈ ഒരു കോഴ്സിലോട്ട് വന്നിട്ട് ACCക്ക് പേയ്മെന്റ് അടച്ചു കഴിയുമ്പോഴേക്കും അവർ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംപ്റ്റഡ് ആയി. അപ്പോൾ തന്നെ അവർക്ക് എന്താണ് P-level പേപ്പേഴ്സ് എഴുതാം. കാര്യം P-level പേപ്പർ പഠിച്ച് P-level പേപ്പേഴ്സ് എഴുതാം. കാര്യം അവർ ഓൾറെഡി ടാക്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അവർക്ക് വേണമെങ്കിൽ 80X എഴുതാവുന്നതാണ്. അത് ഒത്തിരി അഡ്വാൻറ്റേജ് ആയിരിക്കും. ബാക്കിയുള്ള പേപ്പേഴ്സ് എഴുതി ഏറ്റവും ലാസ്റ്റ് എഴുതുന്നതിനേക്കാളും നല്ലത് ടാക്സ് പാസ്സായ ഉടനെ 80X എഴുതാൻ പറ്റുമെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് പറ്റും. ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വരുന്നു, BCom കഴിഞ്ഞു വരുന്നു, BBA കഴിഞ്ഞു വരുന്നുള്ള സ്റ്റുഡൻസിന് പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ 3rd സെമസ്റ്ററിന്റെ അവസാനം മുതലൊക്കെ P-level പേപ്പേഴ്സ് എഴുതി തുടങ്ങാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് ടെക്നിക്കലി നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതിനുള്ള നോളജ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ജെയിൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഈ November 5th നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ November 5th എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു മാസമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. കാര്യം ഈ ഒരു മന്തിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ മന്തിലാണെങ്കിൽ നിങ്ങൾക്ക് 5000 rupees കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ LMS ഒക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ടോട്ടൽ ഫീ ഓരോ സെമസ്റ്റർ, ഇപ്പോൾ M.Com ആണെങ്കിൽ 45,000,
M.Com ആണെങ്കിൽ 45,000, MBA ആണെങ്കിൽ 50,000 പേ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നത്. ഈ ഒരു മന്ത് ആണെങ്കിൽ നിങ്ങൾക്ക് 5,000 റുപ്പീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ടോട്ടൽ ഫീ അടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബാക്കി പേയ്മെന്റ് അടക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സാവകാശം കിട്ടുന്നുണ്ട്. സീറ്റ് ലിമിറ്റ് ഉണ്ട്. കാര്യം ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലാസ്സിൽ ഇരുത്താവുന്ന സ്റ്റുഡൻസിനൊക്കെ അതിന് ലിമിറ്റ് വരും. ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് മാത്രം. യെസ്, ഗൂഗിൾ ഫോം ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്യാം. അവനേഷ് സാറിന് വേറൊരു മീറ്റിംഗ് പാരലി ഉണ്ട്. അവനേഷ് സാർ, താങ്ക് യു സോ മച്ച്. സാർ ലീവ് ചെയ്തോളൂ. കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എല്ലാം മാക്സിമം ശ്രീദേവ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുറെ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. എല്ലാവർക്കും പേഴ്സണലി കോൾ വന്ന എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യും. കാരണം ഇത്രയും എനിക്ക് തോന്നുന്ന ശ്രീദേവ് രക്ഷയില്ല. കാരണം ഇത്രയും ഡൗട്ടുകൾ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ തിങ്ക് യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. എവറി സ്റ്റുഡന്റ് ക്വയറി ഇങ്ങനെ ഓരോന്ന് വായിച്ച് ചെയ്യുന്നുണ്ട്. വണ്ടർഫുൾ, സൂപ്പർ, നന്നായി ചെയ്യുന്നുണ്ട്. എന്തായാലും കുട്ടികൾക്ക് നല്ല രീതിയിലൊരു വെബിനാർ ശ്രീദേവ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ശ്രീദേവ്, താങ്ക് യു സോ മച്ച്. എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് ഞാൻ പോവാണ്. ജസ്റ്റ് കണ്ടിന്യൂ. ഐ തിങ്ക് യു ക്യാൻ കണ്ടിന്യൂ ഫോർ 10 more minutes മാക്സിമം. 8:15 യു ക്യാൻ വൈൻഡ് അപ്പ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് ഫോം വിളിക്കുന്ന പോലെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൺലൈനിൽ നമുക്ക് അങ്ങനെ ലിമിറ്റ് ഇല്ല. കാര്യം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷെ അഡ്മിഷന്റെ ടൈം ഇതായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. നവംബർ കഴിഞ്ഞ് ബാച്ച് ഉണ്ട്. നവംബർ കഴിഞ്ഞ് ഇപ്പോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ചെയ്താലുള്ള നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 months സേവ് ചെയ്യാം. കാര്യം ഇപ്പോൾ നടക്കുന്നത് ജൂലൈ ബാച്ചിന്റെ അഡ്മിഷൻസ് ആണ്. ജൂലൈ ബാച്ചിന്റെ അഡ്മിഷൻസ് ഈ ഒരു കൊറോണ സിറ്റുവേഷൻ കൊണ്ട് തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയുടെയൊക്കെ റിസൾട്ട് വരാൻ വൈകിയത് കൊണ്ട്, ബികോമിന്റെയൊക്കെ റിസൾട്ട് വരാൻ വൈകുന്നത് കൊണ്ടാണ് നവംബർ വരെ അഡ്മിഷൻ എത്തിയത്. ഇപ്പൊ നോർമൽ കേസിൽ ഇത് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ബാച്ച് ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വരാൻ വൈകിയത് കൊണ്ട് തന്നെ ഇതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നവംബർ വരെ എത്തിയതാണ്. അപ്പോൾ നിങ്ങളിപ്പോ ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 6 month മുമ്പ് തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിന്റെ അടുത്ത ബാച്ച് വരുന്നത് ജാനുവരിയാണ്. അപ്പോൾ ഈ 2 ബാച്ച് തമ്മിൽ 1 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക. 1 മാസത്തെ വ്യത്യാസത്തിൽ നിങ്ങൾ സേവ് ചെയ്യുന്നത് 6 months ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റുവാണെങ്കിൽ ജാനുവരി ബാച്ചിൽ കയറുന്നതിനേക്കാളും 6 മാസം മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു PG ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഫൈനൽ ഇയർ ഇന്റഗ്രേറ്റഡ് BBA LLBക്ക് നമുക്ക് ഈ ബാച്ചിലോട്ട് എൻറോൾ ആകാൻ പറ്റില്ല. അടുത്ത ബാച്ചിലേക്ക് എൻറോൾ ആകാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളവർ ഈ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഇപ്പോ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ? ഇഫ് ഐ ചൂസ് ഓൺലൈൻ can I change offline afterwards? Yeah, sure. നിങ്ങൾക്ക് ഇപ്പോ നിലവിൽ ക്ലാസ് നടക്കുന്നത് ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആകുന്നതിന്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമുക്ക് ഓഫ്ലൈൻ ഇൻഫ്രാസ്ട്രക്ചറും കാര്യം നമ്മൾ ഇത്ര നാള് ഓഫ്ലൈൻ നടത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ ബിൽഡിംഗ്സും കാര്യങ്ങളും എല്ലാം ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഓക്കെയാണ്. ഇനി ബാക്കി ഗവൺമെന്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഉടനെ തന്നെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഓഫ്ലൈൻ ചൂസ് ചെയ്യണോ ഓൺലൈൻ ചൂസ് ചെയ്യണോ എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ വർക്കിംഗ് പ്രൊഫഷണൽസിനാണെങ്കിൽ അവർക്ക് ഓൺലൈൻ മെത്തേഡ് ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആണ്. അല്ലാതെ ബികോം കഴിഞ്ഞിട്ട് ഈ ACCA തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ എന്തുകൊണ്ടും ഓഫ്ലൈൻ മെത്തേഡ് ആണ് നല്ലത്. CMന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലക്ഷ്യയുടെ ഒരു ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലക്ഷ്യയുടെ നമ്പർ കിട്ടും. ജസ്റ്റ് ഇതിനുണ്ടെങ്കിൽ ഒന്ന് ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? ഇതിനകത്ത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ബാക്കിയുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ലക്ഷ്യ സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾ ലക്ഷ്യയിൽ ഡയറക്റ്റ് കോൾ ചെയ്താൽ എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും. ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്താൽ അതാ ഈ നമ്പർ 9061277777 ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരുടെയും ഡൗട്ട് നമ്മൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഡൗട്ട് ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന ഡൗട്ട്സിലെ റിവേഴ്സ് എക്സംഷനെ പറ്റിയൊക്കെ ആയിരുന്നു ഡൗട്ട്സ് വന്നത്. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഡൗട്ട്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആവുന്നുണ്ട്. രണ്ടും 2 സർട്ടിഫിക്കറ്റ് ആണോ സാർ? ഏതിന്റെ രണ്ടും ആണ് ചോദിച്ചത്?
നിങ്ങൾ ACC അഫിലിയേറ്റ് ആയാൽ ACCയുടെ തന്നെ ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ MBA കഴിയുമ്പോൾ MBA രണ്ടും രണ്ടും രണ്ട് സർട്ടിഫിക്കറ്റ് ആണ്. PGയുടെ നിങ്ങൾക്ക് MBA കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെ തന്നെ ACCയുടെ അഫിലിയേറ്റ് 13 out of 13 പേപ്പേഴ്സ് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് മറ്റൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, you can arrange a session like this for ACCA course. Okay, ACCA കോഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ CA ACCA പറ്റിയുള്ള ഒരു വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞുതരാം. കാര്യം CA ഓൺലൈൻ എക്സാം അല്ലേ, നല്ല ടഫ് ആയിരിക്കില്ലേ? ഓക്കെ, ഓൺലൈൻ എക്സാം അല്ലേ, നല്ല ടഫ് ആയിരിക്കില്ലേ? ACCA എക്സാംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം. അതെന്ന് വെച്ചാൽ സബ്ജക്ട് നോളജ് വെച്ചിട്ട് മാത്രം പാസ്സാവുന്ന ഒരു എക്സാം ആണ് ACCA എക്സാം. അതിന്റെ P ലെവൽ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ ചെറിയ പേപ്പേഴ്സിനകത്തുള്ള നോളജ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ P ലെവൽസ് കംപ്ലീറ്റ് ആവുന്നത്. അതൊരിക്കലും ഒരു ഈസി എക്സാം ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഈസി എക്സാം ആയിരിക്കും യൂണിവേഴ്സിറ്റി എക്സാം. ഈ കോഴ്സുകൾ ചെയ്യുന്ന എക്സാംസ് നിങ്ങൾക്ക് MBA എക്സാം, MBA വളരെ സിമ്പിൾ ആണെന്നല്ല, കമ്പയർഡ് ടു ACCA എക്സാം MBA എന്തുകൊണ്ടും സിമ്പിൾ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള MBA പേപ്പേഴ്സ് എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ഒരു യൂണിവേഴ്സിറ്റി, വേറെ ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ MBA ചെയ്യുമ്പോൾ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും MBA എക്സാം. ആ ഒരു സെയിം ലെവൽ ടഫ്നെസ് ഇതിനകത്തും വരുള്ളൂ. പക്ഷെ എന്തുകൊണ്ടും ACCA എക്സാം നിങ്ങൾ ഡയറക്റ്റ് ACCA എക്സാം എഴുതുന്നതിനേക്കാളും സിമ്പിൾ ആയിരിക്കും യൂണിവേഴ്സിറ്റി എക്സാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന നോളജിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം വരുന്നില്ല. കാര്യം ലക്ഷ്യയിൽ ACCA പേപ്പേഴ്സ് പഠിപ്പിക്കുന്ന സെയിം ഫാക്കൽറ്റീസ്, സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നോളജിന് വ്യത്യാസം വരുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് യൂണിവേഴ്സിറ്റി എക്സാം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എഴുതിയിട്ട് ACCയുടെ എക്സംഷൻ കിട്ടുന്നുള്ള കാര്യമാണ്. CA ഫൈനൽ ഇയർ സ്റ്റുഡൻസിനകത്ത് എൻറോൾ ആകാം. അവർക്കും ACCയുടെ ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ ലഭിക്കുന്നതായിരിക്കും. 25,000 റുപ്പീസിന് അവർക്ക് ഈ പറയുന്ന എമൗണ്ട്, ഈ പറയുന്ന 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നതായിരിക്കും. ജെയിനിന്റെ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ MBA നോക്കുകയാണെങ്കിൽ അതിന് സെമസ്റ്റർ വരുന്നത് 50,000 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ടോട്ടൽ 1 ഇയർ ആണ് കോച്ചിങ്. 1 ഇയർ വരുമ്പോൾ 80,000 റുപ്പീസ്, 1 lakh റുപ്പീസ് ആണ് വരുന്നത്. ഈ 1 lakh റുപ്പീസ് നിങ്ങൾക്ക് 6 months അല്ലെങ്കിൽ 8 months അല്ലെങ്കിൽ 10 months കൊണ്ട് അടച്ചു തീർക്കാവുന്ന രീതിയിൽ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. EMI ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ലോൺ സെപ്പറേറ്റ്ലി തന്നെ അവൈലബിൾ ആണ്. EMI അവൈലബിൾ ആണ്. അതാണ് ഇപ്പൊ 10,000 per month എന്നുള്ള രീതിയിൽ 10 മാസം കൊണ്ട് നിങ്ങൾക്ക് 1 lakh റുപ്പീസ് അടച്ചു തീർക്കാവുന്നതാണ് ഇതിന്റെ. അപ്പൊ ചോദിച്ചായിരുന്നു CA ACCA കൂടി കാര്യം നിങ്ങൾ ചെയ്യുന്നത് ACCA കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ആ ഗൂഗിൾ ഫോം ഇടാം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു സ്റ്റുഡന്റ് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുവാണ് CA ACCA തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. CA കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് CA ആണ്. ACCA എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സൈനിങ് പവർ അല്ല, എന്താണ് ബാക്കിയുള്ള 182 കൺട്രീസിലെ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ACCA ആണ്. അപ്പോൾ ഇന്ത്യയിൽ CA ആണോ വലുത് ACCA ആണോ വലുത്? സ്വന്തമായിട്ട് നിങ്ങൾ ഒരു ഫേം തുടങ്ങി ഇന്ത്യയിൽ വർക്ക് ചെയ്യുക, അതായത് ഒരു സ്വന്തം ഫേം, നമ്മുടെ പേരിൽ തന്നെ ഒരു ഫേം ഇട്ടിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് CA ആണ് എന്തുകൊണ്ട് നല്ലത്. പക്ഷെ അവരെ നോക്കുമ്പോൾ ഒരു CAയുടെ ജോലി ലാസ്റ്റ് ആ സൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വരെ കാര്യങ്ങൾ ഒരു ACCAക്കും ചെയ്ത് ആ ഒരു ഫീൽഡിൽ മാത്രം കമ്പാരിറ്റീവ്ലി CAനേക്കാളും കുറച്ച് പിടി താഴെയായിരിക്കും ACCAക്കാരന്റെ സ്ഥാനം. അതല്ല, ഇന്ത്യയിൽ നിങ്ങൾ എംപ്ലോയ്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ, ഏതൊരു കമ്പനിയിൽ എംപ്ലോയ്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ CAക്ക് കിട്ടുന്ന സാലറിയും ACCAക്ക് കിട്ടുന്ന സാലറിയും സെയിം തന്നെ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് നിങ്ങൾക്ക് അറിയാം. CAയുടെ ഒരു ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് എത്രയാണ്, നിങ്ങൾക്ക് ഒരു CA സ്റ്റുഡന്റിന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ACCA കിട്ടുന്ന ഇപ്പൊ 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റ് CAക്ക് ഒരു 2,500 5,000 ഒക്കെ മാക്സിമം പോയ 8,000 ഒക്കെ സ്റ്റൈപ്പൻഡ്, അതായത് ഇന്റർ കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് 8,000 കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു 9 പേപ്പേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ACCA സ്റ്റുഡന്റിന്, അതായത് ഇന്റേൺഷിപ്പിന് കിട്ടുന്നത് കൊച്ചി EY പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് 18,000ഉം ബാംഗ്ലൂർ EYല് അത് 35,000 ആണ്. ആ ഒരു വ്യത്യാസം തന്നെ ആദ്യം മുതൽ തന്നെയാണ്. പിന്നെ ഈ ബിഗ് ഫോഴ്സിലൊക്കെ CA സ്റ്റുഡൻസിനെക്കാളും കൂടുതൽ ACCA സ്റ്റുഡൻസിനാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. കാര്യം അവർ പഠിക്കുന്ന IFRS ആണ്. ഇവിടെ CA സ്റ്റുഡൻസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നത് ACCA സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിലും ബിഗ് ഫോഴ്സിലെല്ലാം ACCA സ്റ്റുഡൻസിനായിരിക്കും കൂടുതൽ സ്കോപ്പ് ഉണ്ടാവുക. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് ഇതിന്റെ സൈനിങ് പവർ എന്ന് പറയുന്നത് അവിടുത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം അറിയാവുന്നത് ACCA ആണ്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും ഒത്തിരി മടങ്ങ് സാലറി കൂടുതലായിരിക്കും നമുക്ക് പുറത്ത് കിട്ടുന്നത്. ഇതുപോലെ EY ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ലിവിങ് സ്റ്റാൻഡേർഡിനനുസരിച്ചായിരിക്കും നമുക്ക് ക്യാഷ് വരുന്നത്. ഇപ്പൊ കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ
9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നവർക്ക് തന്നെ 1.5 lakhs ഒക്കെ കിട്ടുന്നവരുണ്ട്. അപ്പോൾ CACC ചെറിയ രീതിയിലൊന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജോർജ് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വിളിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തരാം. വിളിച്ചും വാട്സാപ്പിൽ കൂടിയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ആവറേജ് സ്റ്റുഡന്റിന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ആവറേജ് സ്റ്റുഡന്റിന് MBA കംപ്ലീറ്റ് ചെയ്യാൻ, MBA ആദ്യത്തെ 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും 2 വർഷം എടുക്കും. MBAയുടെ ആ 2 വർഷം ഓരോ സെമസ്റ്ററിനും 6 മാസം വെച്ച് MBA കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ MBA കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ആവറേജ് എല്ലാ സ്റ്റുഡൻസിനും MBA കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ടാസ്ക് ആയിരിക്കില്ല. ആദ്യത്തെ 9 പേപ്പേഴ്സും MBAയും 2 years കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എങ്ങനെ പഠിച്ചു, കറക്റ്റ് നമ്മളുടെ രീതിയിൽ ഫോളോ ചെയ്ത് നമ്മുടെ എക്സാംസ് ഒക്കെ എഴുതി നല്ല രീതിയിൽ പാസ്സായി പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിന് P-level പേപ്പേഴ്സ്, ഇതേപോലെ ACC റിവേഴ്സ് എക്സംഷൻ കിട്ടി വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഈ കോഴ്സിന് ഇടക്ക് തന്നെ ചെയ്യാൻ പറ്റും. അല്ലാത്ത സ്റ്റുഡൻസിന് ഒരു 3rd സെമസ്റ്റർ ഒക്കെ കൊണ്ട് തന്നെ എഴുതി ഒരു 2.5 years കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ACC അഫിലിയേറ്റ് ആവുന്നതാണ്. ഓൺലൈൻ MBAക്ക് വാല്യൂ ഉണ്ട് അബ്രോഡ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ACCA പോലുള്ള ഒരു ഗ്ലോബൽ ബോഡി, അത്രയും 182 കൺട്രീസിൽ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്ന ACCA പോലുള്ള ഒരു ബോഡി ഒരു കോഴ്സിന് 9 പേപ്പർ എക്സംഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ഇന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ചെയ്ത കോഴ്സുകൾ BCom BBA അതേപോലത്തെ കോഴ്സുകൾ ചെയ്യുന്നവർക്കൊന്നും ACCA എക്സംഷൻ കൊടുക്കുന്നില്ല. അതുപോലെ PG ചെയ്യുന്ന വേറെ നല്ല PG ചെയ്യുന്നവർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഒരു കോഴ്സിന് ഇത്ര എക്സംഷൻ ACCA കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത്രയും വാല്യൂ ഉള്ള ഒരു ഡിഗ്രി ആയതുകൊണ്ട് മാത്രമാണല്ലോ. അപ്പോൾ വാല്യൂവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നില്ല. കാര്യം നിങ്ങൾക്ക് MBAയുടെ വാല്യൂവിന് പുറമെ, MBAക്ക് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്രയും പേപ്പേഴ്സ് എക്സംഷൻ കൊടുക്കുന്നത്. പുറമെ നിങ്ങൾ ACC അഫിലിയേറ്റ് ആണ്, ACCയുടെ ഇത്ര പേപ്പേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ പുറത്ത് ബാക്കി ഉള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നതിനേക്കാളും ക്വാളിഫിക്കേഷനിലാണ് നിങ്ങൾ പുറത്തോട്ട് ചെല്ലുന്നത്. ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് എൻറോൾ ആകാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അതിനകത്ത് ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല എന്നുള്ളൊരു കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റഡ് ആണെങ്കിൽ പ്രൊവിഷണൽ അഡ്മിഷൻ എടുക്കാം. അല്ലാത്തവർക്ക് നെക്സ്റ്റ് ബാച്ചിലോട്ട് എൻറോൾ ആകാൻ പറ്റും. അബൌട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം ഓൺലൈൻ മെറ്റീരിയൽസ് ആയിരിക്കും. ACCയുടെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്ലാൻ BPP ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കും. അത് നമുക്ക് ലക്ഷ്യന്ന് ഇപ്പോൾ ഓഫ്ലൈൻ ഹാർഡ് കോപ്പീസ് വേണ്ടവർക്ക് ഹാർഡ് കോപ്പീസ് വരാവുന്നതാണ്. P-level എക്സാം 1 year എത്ര ടൈംസ് ഉണ്ട്? ഒരു 3 മാസം കൂടുമ്പോഴായിരിക്കും ഇതിന്റെ എക്സാം നടക്കുന്നത്. ഒരു വർഷം 4 attempts ഉണ്ടാവും. CA ഇന്റർ പാസ്സായ സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്കും കിട്ടും ആദ്യത്തെ 9 പേപ്പേഴ്സ് എക്സംഷൻ. ഈ കോഴ്സ് ത്രൂ പോയാൽ നിങ്ങൾക്ക് 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടും. MBA ഇൻ ഇന്റർനാഷണൽ ഫിനാൻസിന് മാത്രമാണ് എക്സംഷൻ ഉള്ളത്. ബാക്കിയുള്ള കോഴ്സുകൾക്ക് ACCയുടെ എക്സംഷൻ കിട്ടുന്നില്ല. ഇപ്പൊ ഫിനാൻസ് ആൻഡ് ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് MBAയുടെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിനകത്ത് MBA ഇന്റർനാഷണൽ ഫിനാൻസിന് ACCയുടെ എക്സംഷൻ കിട്ടുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ CIMA എന്ന് പറഞ്ഞ കോഴ്സിന് ഫിനാൻസ് ആൻഡ് ലീഡർഷിപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ CIMA എന്ന് പറഞ്ഞ കോഴ്സിന് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോഗ്രാംസ് ആണ് ജെയിനിലുള്ളത്. അപ്പോൾ അതിലൊന്നാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MBA ഇന്റർനാഷണൽ ഫിനാൻസ് അല്ലെങ്കിൽ MCOM ഇന്റർനാഷണൽ ഫിനാൻസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ACC. When will this video be available in YouTube? Tomorrow itself it will be available. PG ഓൺലൈൻ ഓഫ്ലൈൻ ചെയ്യാമോ? PG ഓൺലൈനും ഓഫ്ലൈനും ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ മെത്തേഡ് ആണ്. ഇപ്പൊ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ചൂസ് ചെയ്യാം. രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നാളെ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഐ തിങ്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ മുതൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ എല്ലാവരുടെയും ഡൗട്ട്സ് ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾ ആ 1 minute ഓക്കെ, എല്ലാവരും ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് നാളെ തന്നെ ഇതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാളെ സൺഡേ ആണ്, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. അതിന്റെ കോൾസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ബാക്കി ഓക്കെ, റെഫർ ചെയ്ത് ജോർജ് തോമസ്, താങ്ക് യു. ഏത് റെഫർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും പറ്റാറ്? എനിക്ക് മനസ്സിലായില്ല. ഏത് മെറ്റീരിയൽ ആണോ? അത് നിങ്ങൾക്ക് ഓരോ ഫാക്കൽറ്റീസും ഇപ്പൊ ACC പേപ്പേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഓരോ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ കപ്ലാനും BPP ഒക്കെ മാറി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ
മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ചിലതിന് നമ്മൾ കപ്ലാൻ യൂസ് ചെയ്യും, ചിലതിന് നമ്മൾ BPP യൂസ് ചെയ്യും. ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് LMSനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യും. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഞാനുമായിട്ട് സംസാരിക്കാം. അതുപോലെ നിങ്ങൾക്ക് കോൾസ് വരുന്ന വാട്സാപ്പിൽ ഇതിന്റെ ബ്രോഷർ അയച്ചു തരുന്നതായിരിക്കും. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഫോൺ ത്രൂവും വാട്സാപ്പ് ത്രൂവും എല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻസ്. LMS എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമാണ്, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് എന്താണ് നിങ്ങളുടെ ക്ലാസ്സുകൾ നടക്കുന്ന LMSലായിരിക്കും. അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സ്റ്റഡി പ്രോഗ്രസ്, ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന് എത്ര മാർക്കുണ്ട്, അതേപോലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ LMSൽ അവൈലബിൾ ആയിരിക്കും. ഒരു നല്ലൊരു സിസ്റ്റമാണ്. നിങ്ങൾക്കത് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു 5000 പേ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫെസിലിറ്റീസ് എല്ലാം കിട്ടി. നിങ്ങൾക്ക് നവംബറിൽ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. സോ അപ്പോൾ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഈ ഒരു മന്തിലാണ് ഞാൻ പറഞ്ഞ ഒരു 5000 റുപ്പീസിന്റെ കാര്യം. ആ 5000 റുപ്പീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു LMSന്റെ ആക്സസും കാര്യങ്ങളും എല്ലാം കിട്ടും. എങ്ങനെയാണ് കോഴ്സ് എന്നൊക്കെ മനസ്സിലാക്കാം. നവംബറിൽ 5-ന് പിന്നെ അങ്ങോട്ട് പോയാൽ നിങ്ങൾ പിന്നെ ആ ഒരു സെമസ്റ്റർ ഫീ ഫുള്ള് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഈ 5000 ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫീസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പിനുള്ളിൽ അടച്ചു തീർത്താൽ മതി. അപ്പൊ അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുള്ളവർക്ക് നാളെ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞു തരും. ജാനുവരി ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് വൈകിട്ടായിരുന്നു. ജാനുവരി തൊട്ട് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് വന്നിട്ടില്ല. അതെന്തായാലും നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും വളരെയധികം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവ് ആയിരുന്നു. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചോദിച്ചു, ഞാനും അവനെ സാർ മാത്രമേ ഉള്ളൂ എന്നത്ത് ചോദിച്ചു. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. ഇപ്പോൾ ഫൈനൽ ഇയർ UG സ്റ്റുഡൻസിന് എപ്പോഴാണ് ജോയിൻ? ഇപ്പോൾ ഫൈനൽ ഇയർ UG സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റിസൾട്ട് എക്സാം കഴിഞ്ഞു, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫഷണൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് MBAക്കും, അതല്ല നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ MBA MCOM ആണ് ഇഷ്ടം എന്നുള്ളവർക്ക് MCOMനും ജോയിൻ ചെയ്യാവുന്നതാണ്. അത് കുഴപ്പമില്ല. പക്ഷെ എക്സാം ആകാത്ത സ്റ്റുഡൻസിന് നമുക്ക് ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അടുത്ത ഇതിലേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ലോൺ പതുക്കെ അടച്ചു തീർത്താൽ അത് ഓരോ ലോണിന്റെ കാലാവധി എത്രയാണ് അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും നിങ്ങൾ ഉറപ്പായിട്ടും വിളിച്ച് ലോണിന്റെയും എല്ലാവിധ ഡൗട്ടും തീർത്ത് തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സെഷൻ തീർക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുവാണ്. ബാക്കിയുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നായിരിക്കും. നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഫില്ല് ചെയ്തു. ഓക്കെ, ഫൈൻ. അപ്പൊ എനിവേ ബൈ, താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറെ ആൾക്കാരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. താങ്ക് യു. ബൈ.